നമസ്കാരം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാമക്ഷേത്രമായിരിക്കും BJPയുടെ പ്രധാന പ്രചാരണ ആയുധമെന്ന് ഉറപ്പിക്കുന്നു BJP. രാമക്ഷേത്ര ഉദ്ഘാടനത്തിനുള്ള ക്ഷണം CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി നിരസിക്കുന്നു. കോൺഗ്രസും ഇന്ത്യ മുന്നണിയും രാമക്ഷേത്രം എന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ ആയുധത്തെ എങ്ങനെ നേരിടും? സ്വാഗതം സ്പെഷ്യലിസ്റ്റിലേക്ക്. നമ്മോടൊപ്പം അതിഥികളായി CPM വക്താവ് LS ഷിജു, കോൺഗ്രസ് വക്താവ് വേണു സേനാപതി, BJP വക്താവ് പ്രിന്റു മഹാദേവ് എന്നിവർ. ആദ്യം ലിജു, ഈ രാമക്ഷേത്ര ഉദ്ഘാടനത്തിനുള്ള പരിപാടിക്കുള്ള ക്ഷണം നിരസിച്ചിരിക്കുകയാണ് CPM ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. എന്തുകൊണ്ടായിരിക്കും? ലിജു കേൾക്കുന്നുണ്ടോ? ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ ആയുധം പ്രധാനമായും രാമക്ഷേത്രം ആയിരിക്കും എന്നാണ് BJP ഇപ്പോൾ ഉറപ്പിക്കുന്നത്. ലിജു കേൾക്കുന്നുണ്ടോ? ഹലോ ലിജു, കേൾക്കാവോ? കേൾക്കാം. ലിജു, ഈ രാമക്ഷേത്ര ഉദ്ഘാടനത്തിനുള്ള ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന് CPMന്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അതിന്റെ സംഘാടകരെ അറിയിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും അത്? അല്ല, ഞങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ച് കൃത്യമായ നിലപാട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അത് ആദ്യഘട്ടം മുതലേ ഇതിപ്പോൾ ഞങ്ങൾ ഏതെങ്കിലും ഇന്ത്യക്കകത്ത് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തോ മാത്രമല്ല ഞങ്ങൾ RSSനെതിരെയുള്ള രാഷ്ട്രീയം, അതിൻ്റെ രാഷ്ട്രീയ നിലപാട് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ്സിന് പലയിടത്തും പല നിലപാടുകളാണ്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കിപ്പോൾ ബംഗാളിലായാലും ഡൽഹിയിലായാലും ത്രിപുരയിലായാലും മറ്റേത് സംസ്ഥാനങ്ങളിലായാലും ഞങ്ങൾക്ക് ഒരേ ഒരു നിലപാട് തന്നെയാണ്. അത് തന്നെയാണ് ഞങ്ങൾ വ്യക്തമാക്കിയത്. ഇവിടെ സാധാരണ ഒരു ക്ഷേത്രം പണിയുന്ന ശൈലിയല്ല. പകരം നമുക്കറിയാം, ഈ രാജ്യത്തിൻ്റെ നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ഈ രാജ്യത്തെ മതേതരത്വമാണ്. ആ മതേതരത്വത്തെ തകർക്കുന്ന നിലയിലേക്ക് ബാബറി മസ്ജിദ് തകർത്ത് അവിടെ ഒരു രാമക്ഷേത്രം നിർമ്മിക്കുമ്പോൾ അത് ഉണ്ടാക്കുന്ന വിഷയം ചെറുതല്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അതിനെതിരായി ആദ്യമേ നിലപാട് സ്വീകരിച്ചിരുന്നു. CPMനെ സംബന്ധിച്ച് ഞങ്ങൾ ആ നിലപാട് മുന്നോട്ട് വെച്ച് തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അത് ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. നമ്മളെ സംബന്ധിച്ച് അതിൽ വ്യത്യസ്ത നിലപാടുണ്ടാകില്ല. അതുതന്നെയാണ് ഇവിടെ സീതാറാം യെച്ചൂരി വ്യക്തമാക്കിയിട്ടുള്ളത്. ഞങ്ങൾ അതിനെ നിഷേധിക്കുന്നു എന്നുള്ള നിലയിലേക്ക് വ്യക്തമാക്കാൻ സാധ്യമായത്. ശരി ഷിജു. ശ്രീ പ്രിന്റു, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചാരണായുധം രാമക്ഷേത്രമായിരിക്കുമെന്ന് BJP തീരുമാനിക്കുന്നു. അതിനുവേണ്ടി നടത്തുന്ന എല്ലാ യോഗങ്ങളിലും മീറ്റിങ്ങുകളിലും പ്രധാനമന്ത്രി നേരിട്ട് തന്നെ പങ്കെടുക്കും എന്ന് പറയുന്നു. മറ്റൊന്നും പറയാനില്ലേ നിങ്ങൾക്ക് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോട്? ഹലോ സാർ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം, പറയൂ പ്രിന്റു. എന്നോടാണോ? അതെ. ഓക്കെ. ആദ്യത്തെ ഒരു കാര്യം, ഭാരതീയ ജനതാ പാർട്ടി രാമക്ഷേത്ര വിഷയത്തെ യാതൊരു തരത്തിലുമുള്ള ഒരു രാഷ്ട്രീയ വിഷയമായിട്ട് കാണുന്നില്ല. രാമൻ ഈ നാടിൻ്റെ ആത്മതത്വമായിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി കാണുന്നത്. ദേശീയതയുമായി ബന്ധപ്പെട്ട് ഈ നാടിൻ്റെ ദേശീയതയുടെ ശബ്ദമാണ് രാമൻ. സ്വാഭാവികമായി ദേശീയതയെ ഉയർത്തിപ്പിടിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി ആ ദേശീയതയ്ക്കൊപ്പം നിന്നുകൊണ്ട് രാമക്ഷേത്ര പ്രക്ഷോഭത്തിലും രാമജന്മഭൂമി പ്രക്ഷോഭത്തിലും സ്വാഭാവികമായിട്ട് പങ്കാളിയായി എന്നുള്ളതാണ് സത്യം. നമ്മൾ പറയുന്ന രാഷ്ട്രീയ മാധ്യമമായിക്കൊണ്ട് ഇവിടെ എല്ലാ കാലത്തും വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുന്നത് ഇടത് വലത് മുന്നണികളാണ്. രാമക്ഷേത്ര പ്രക്ഷോഭം ആരംഭിക്കുന്നതിൻ്റെ ചരിത്രം 92-ലോ 85-ലോ അല്ല. അത് 1528 മുതലുള്ള ഭാരതത്തിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം അതിനുണ്ട്. ആ ചരിത്ര പശ്ചാത്തലത്തിലാണ് സ്വാഭാവികമായിട്ട് രാമക്ഷേത്രവും ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതത് കാലങ്ങളിൽ അതിനെ പല വ്യക്തികളും, ബ്രിട്ടീഷുകാരായിക്കോട്ടെ ഇവിടെ ഭരിച്ചുള്ള കോൺഗ്രസ്സുകാരായിക്കോട്ടെ, എല്ലാ കാലഘട്ടത്തിലും വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി കൃത്യമായിട്ട് ഈ രാമക്ഷേത്ര പ്രക്ഷോഭത്തെ അവർ മുതലെടുത്തു എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് BJPയെ സംബന്ധിച്ചിടത്തോളം ഈ ഇലക്ഷൻ
രാമക്ഷേത്രം എന്ന് പറയുന്നത് ഞങ്ങളുടെ അജണ്ട തന്നെയായിരുന്നു, ഒരു സംശയം വേണ്ട. ഞങ്ങൾ ജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ള ഉറപ്പായിരുന്നു രാമക്ഷേത്രം നിർമ്മിക്കുമെന്ന്. അത് സ്വാഭാവികമായി അത് ഞങ്ങൾ നിറവേറ്റിയിട്ടുണ്ട്. അതൊരു ഇലക്ഷൻ പ്രകടന പത്രികയിൽ ഭാരതീയ ജനതാ പാർട്ടി വാജ്പേയിയുടെ കാലഘട്ടം മുതൽ ഞങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നൊരാശയമാണ്. അതിന് സ്വാഭാവികമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി അത് മുന്നോട്ട് വയ്ക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഇവിടെ സത്യത്തിൽ നമുക്കറിയാം രാമക്ഷേത്ര പ്രക്ഷോഭത്തെ ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മനോഹരമായിട്ടാണ് നമ്മുടെ സുപ്രീം കോടതി കൈകാര്യം ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് ഈ ഒരു വിഷയത്തിൽ മുതലെടുത്തുകൊണ്ട് ഇനിയൊരു ഇലക്ഷനെ നേരിടുന്ന സാഹചര്യം ഭാരതീയ ജനതാ പാർട്ടിക്കില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊരു വജ്രായുധമല്ല. രാമൻ എന്ന് പറയുന്നത് ഈ നാടിൻ്റെ സ്വത്വമാണ്, ഈ ആത്മാവാണ്. ആ ആത്മാവിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന പ്രസ്ഥാനം എന്ന രീതിയിൽ ഭാരതീയ ജനതാ പാർട്ടി സ്വാഭാവികമായിട്ട് ആ ചടങ്ങുകൾക്ക് ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ എന്താ ചെയ്യേണ്ടത്, എല്ലാ ആളുകളും ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് ഇവിടുത്തെ ഹിന്ദു മുസ്ലിം ഐക്യത്തെ ഉറപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തേണ്ടത്. അല്ല പ്രിന്റു, ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ രാമൻ ദേശീയതയുടെ ആത്മാവാണെന്നൊക്കെ നിങ്ങൾക്ക് വിശ്വസിക്കാം, അങ്ങനെ പ്രചരിപ്പിക്കാം, അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. പക്ഷേ എൻ്റെ ചോദ്യം അതല്ല. 2025 ആവാതെ ആ മന്ദിരത്തിൻ്റെ പണി പൂർത്തിയാവില്ല എന്നതിൻ്റെ സംഘാടകർ തന്നെയാണ് പറയുന്നത്, ട്രസ്റ്റ് ഭാരവാഹികൾ തന്നെ പറയുന്നു. ഈ 2024 ജനുവരിയിൽ തന്നെ ഇതിൻ്റെ ഉദ്ഘാടനം നടത്തണം എന്ന് തീരുമാനിക്കുന്നത് എന്താണ്? നിങ്ങൾ രാമനെ പോലെ, നിങ്ങൾ തന്നെ പറയുന്ന പോലെ ദേശീയതയുടെ ആത്മാവായ രാമനെ തെരഞ്ഞെടുപ്പ് നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ് നിങ്ങൾ പരസ്യമായി പറയുകയാണ്. പ്രിന്റു കേൾക്കുന്നുണ്ടോ? ശരി, ഞാൻ പ്രിന്റുവിലേക്ക് വരാം. ശ്രീ സേനാപതി വേണു, കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു അഗ്നിപരീക്ഷയാണ് യഥാർത്ഥത്തിൽ BJP ഈ രാമക്ഷേത്രത്തെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം ആയുധമാക്കി മാറ്റും എന്ന് പ്രഖ്യാപിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചും ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ആ ഉദ്ഘാടന ചടങ്ങിലേക്ക് വരില്ല എന്ന് സീതാറാം യെച്ചൂരി തൻ്റെ സംഘാടകരോട് പരസ്യമായി പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ ഈ BJPയുടെ വജ്രായുധത്തെ എങ്ങനെ നേരിടും? അജീഷ്, ചോദ്യം എന്നോടാണല്ലോ അല്ലേ? അതെ അതെ അജീഷ്, അതെ, കേൾക്കാമല്ലോ അല്ലേ? എനിക്ക് കേൾക്കാം. അജീഷെ, കേൾക്കാൻ കഴിയുന്നോ? എനിക്ക് കേൾക്കാം വേണു. ഹലോ അജീഷ്. വേണു, എനിക്ക് കേൾക്കാം, പറഞ്ഞോളൂ. അജീഷെ, കണക്ടിവിറ്റിക്ക് എന്തോ കുഴപ്പമുണ്ടായല്ലോ. കേൾക്കാൻ പറ്റുന്നോ അജീഷെ? എനിക്ക് കേൾക്കാം വേണു, പറഞ്ഞോളൂ. അജീഷ് ഇപ്പൊ കേൾക്കുന്നോ? എനിക്ക് കേൾക്കാം. ഹലോ അജീഷ്, ഞാൻ വേണുവിലേക്ക് വരാം. ഒന്ന് പ്ലീസ് ആ കണക്ടിവിറ്റി ഒന്ന് ശരിയാക്കണം വളരെ പെട്ടെന്ന്. ശ്രീ ലിജു, ഇവിടെ BJP ഉന്നയിക്കുന്നത്, BJP വർഷങ്ങളായി, എത്രയോ പതിറ്റാണ്ടുകളായി അവർ ഉന്നയിക്കുന്നതാണ്, അവരുടെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യമാണ് രാമക്ഷേത്രം നിർമ്മിക്കുമെന്നുള്ളത്. അപ്പോൾ അവർ അതിനെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി ഉപയോഗിക്കുമെന്ന് പരസ്യമായി പറയുന്നതിൽ എന്തെങ്കിലും അനൗചിത്യമുണ്ടോ? അല്ല, ഇവിടെ നമ്മൾ കാണേണ്ടത്, ഇവിടെ രാമക്ഷേത്ര നിർമ്മാണം ആദ്യഘട്ടം മുതലേ അവർ ഉന്നയിക്കുന്നത് നമുക്കറിയാമല്ലോ. BJP ഇവിടെ അധികാരത്തിൽ വന്നതിന് ശേഷം ഇവരുടെ രാഷ്ട്രീയ നിലപാടെന്താണ്? എവിടെ വർഗീയത കൊണ്ടുവരാൻ വേണ്ടി കഴിയുമോ, എവിടെ മതവികാരം ഉണർത്തുവാൻ വേണ്ടി കഴിയുമോ, ആ മതവികാരത്തെ ഉണർത്തി അതിനെ വോട്ടായി മാറ്റുക, ഇതാണ് അവരുടെ ലക്ഷ്യം. ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടല്ലോ, ജനുവരി 24 ഇവർ തീരുമാനിക്കുന്നത്. അതിൻ്റെ തന്നെ പശ്ചാത്തലം വരാൻ പോകുന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലെ അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യമാണ്. അതിലൂടെ കുറച്ച് വോട്ടുകൾ കരസ്ഥമാക്കാം, അതൊരു മതവികാരം ഉണർത്താൻ വേണ്ടി കഴിയും. നമുക്കറിയാം, ബാബറി മസ്ജിദ് തകർക്കുന്ന ആ ഘട്ടത്തിൽ തന്നെ അന്ന് നടന്ന വർഗീയ കലാപങ്ങൾ ഏകദേശം 2000-ലധികം ജീവനുകളാണ് നഷ്ടപ്പെട്ടത്. അത് ഏത് മതത്തിൽപ്പെട്ടവരോ ആയിക്കോട്ടെ. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, നമ്മുടെ മതേതര കാഴ്ചപ്പാടിനെ തകർക്കുവാനും ഹിന്ദുവെന്നും മുസ്ലിമെന്നും പരസ്പരം ചിന്തിക്കാൻ കഴിയുന്ന സാഹചര്യമൊരുക്കി. അന്നത്തെ സാഹചര്യം എന്താണ്? മതങ്ങളുടെ പേരിൽ, മതത്തിൻ്റെ പേര് പറഞ്ഞ് അടിക്കുന്നതും വെട്ടുന്നതും കൊല്ലുകയും ചെയ്യുന്ന സാഹചര്യം. ഇപ്പോൾ നമുക്കറിയാം, ഓരോ പ്രദേശത്തും എന്തൊക്കെയാണ് സംഭവിച്ചത്. ഒരു കടയുടെ പേര് നോക്കും, ആ കടയുടെ പേര് നോക്കിയത് രാമൻ, സുമേഷെന്നോ അല്ലെങ്കിൽ രാമനെന്നോ ആണെങ്കിൽ മുസ്ലിങ്ങൾ തകർക്കുന്ന നിലയിൽ, അത് നേരെ തിരിച്ച് ഇവിടെ സംഭവിക്കുമ്പോൾ ഇവിടെ അഷ്റഫെന്നോ അല്ലെങ്കിൽ സുൽഫിക്കർ അങ്ങനെ എന്തെങ്കിലും പേര് വന്നു കഴിഞ്ഞാൽ അവിടെ ഹിന്ദുക്കൾ ചെന്ന് ആ കട അടിച്ച് തകർക്കുക. സാധാരണപ്പെട്ടവരാണ് ഈ വർഗീയ കലാപങ്ങളിൽ മരണപ്പെട്ടിട്ടുള്ളത്, അല്ലെ കൊല്ലപ്പെട്ടിട്ടുള്ളത്.
അങ്ങനെ വർഗീയ കലാപം സൃഷ്ടിക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇവിടെ പ്രധാനമായി ഉള്ളത്. അതിലൂടെ എങ്ങനെ വോട്ട് കരസ്ഥമാക്കാം? ഇപ്പോൾ തന്നെ മുന്നോട്ട് വെച്ച് രാമനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ദൈവത്തെ സംബന്ധിച്ച് ഞങ്ങൾ ആ നിലയിലേക്ക് അതിൻ്റെ വിശ്വാസികൾ അവരുടെ വിശ്വാസം കൊണ്ടുപോകുന്നതിലൊന്നും ഞങ്ങളെതിരല്ല. ആ വിശ്വാസം നിലനിൽക്കണം. ഞാൻ അതാണ് ആദ്യമേ സൂചിപ്പിച്ചത്. രാമക്ഷേത്രം നിർമ്മാണം എന്ന് പറയുന്നത് സാധാരണ ഒരു ക്ഷേത്ര നിർമ്മാണം പോലെയല്ല. നമ്മുടെയൊക്കെ നാട്ടിൻ പ്രദേശത്ത് ക്ഷേത്രങ്ങൾ നിർമ്മിക്കാറുണ്ട്, ഒട്ടനവധി ക്ഷേത്രങ്ങളുണ്ട്, പള്ളികളുണ്ട്, ദേവാലയങ്ങൾ ഒട്ടനവധിയുണ്ട്. അതുപോലെയല്ല, അതിനെ തുല്യപ്പെടുത്തുന്നത് പോലെ, അതിനെ കാണുന്നത് പോലെ ഈ രാമക്ഷേത്രത്തെ നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല. ഇത് പ്രത്യേകമായ ഒരു ലക്ഷ്യം വച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ്. ആ ലക്ഷ്യമാണ് ഇന്ന് നിറവേറ്റാനും അത് നിറവേറ്റുന്നതിലൂടെ വരുന്ന തെരഞ്ഞെടുപ്പിനെ ഈ രാമക്ഷേത്രത്തെ മുന്നോട്ട് വെക്കുവാനുള്ള പരിശ്രമമാണ് ഇവർ നടത്തുന്നത്. ഇതാണ് ഞങ്ങളെ സംബന്ധിച്ച് ഈ വിഷയത്തെ ഞങ്ങൾ കാണുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെ നിഷേധിച്ചത്. ഞങ്ങൾ നിഷേധിക്കാനുണ്ടായ സാഹചര്യം ഒരിക്കലും അത് തന്നെയാണ്. ശരി ലിജു. ശ്രീ വേണു കേൾക്കാമെങ്കിൽ, ഈ ഇന്ത്യ മുന്നണിയിലെ വ്യത്യസ്ത രാഷ്ട്രീയ കക്ഷികൾക്ക് രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിനോട് വ്യത്യസ്ത നിലപാടാണുള്ളത്. സീതാറാം യെച്ചൂരി ഞങ്ങൾ അതിൽ പങ്കെടുക്കില്ല എന്ന് അതിൻ്റെ സംഘാടകരോട് പറഞ്ഞു കഴിഞ്ഞു. കോൺഗ്രസിനാകട്ടെ പല സംസ്ഥാനങ്ങളിലും പല നിലപാടാണ്. ബാബരി മസ്ജിദിൻ്റെ താക്കോൽ തുറന്നു കൊടുത്ത് അവിടെ വിഗ്രഹം സ്ഥാപിച്ചത് ഞങ്ങളാണ് എന്ന അഭിമാനത്തോടെ പറഞ്ഞ് വോട്ട് തേടുന്ന ഒരു മധ്യപ്രദേശിലെ മുൻ മുഖ്യമന്ത്രിയുണ്ട്, കമൽനാഥ്. അങ്ങനെ രാമക്ഷേത്രത്തെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ മധ്യപ്രദേശിലെയും ഛത്തീസ്ഗഡിലെയും രാജസ്ഥാനിലെയും പോലും കോൺഗ്രസ് നേതാക്കൾ തയ്യാറായിട്ടുണ്ട്. ഇവിടെ ഇന്ത്യ മുന്നണി ഈ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചാരണ വിഷയം രാമക്ഷേത്രമായിരിക്കുമെന്ന് BJP പറയുമ്പോൾ നിങ്ങൾ അതിനെ എങ്ങനെ നേരിടും? അജിംസെ, ഇന്ന് BJPയുടെ ദേശീയ കൗൺസിലിൽ അവരുടെ നേതാവ് അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അസന്നിഗ്ധമായിട്ടൊരു കാര്യം പ്രഖ്യാപിച്ചു. അടുത്ത തെരഞ്ഞെടുപ്പിലും 2024 തെരഞ്ഞെടുപ്പിലും അവരുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്ന് പറയുന്നത് അയോധ്യയിലെ രാമക്ഷേത്രമായിരിക്കും. നമുക്കറിയാം 89 മുതൽ, 84 ഇത് പറഞ്ഞു കേട്ടു തുടങ്ങിയതാണ്. 89 മുതൽ നിരന്തരമായി ഇന്ത്യയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഏറ്റവും വലിയ പ്രചരണ ആയുധമായിരുന്നു ഈ അയോധ്യയിലെ അമ്പല നിർമ്മാണം. ഇപ്പോൾ അമ്പലത്തിന്റെ നിർമ്മാണം ഏതാണ്ട് അതിൻ്റെ ഒരു സമാപ്തിയിലേക്ക് എത്തിയിരിക്കുകയാണ്, അതിൻ്റെ ഒരു പൂർത്തീകരണത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ കരുതുന്നത്, കോൺഗ്രസും ഇന്ത്യ മുന്നണിയും കരുതുന്നത്, അടുത്ത ഒരു തെരഞ്ഞെടുപ്പിൽ ഇത് ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ വിഷയമായി മാറും എന്ന് ഞങ്ങൾ കരുതുന്നില്ല. കാരണം ഈ വിഷയം കഴിഞ്ഞ 30-40 കൊല്ലമായി ഭാരതീയ ജനതാ പാർട്ടി എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഉയർത്തുന്നു. ആ തെരഞ്ഞെടുപ്പിൽ അവർ ഉയർത്തിയ മുദ്രാവാക്യം ഇപ്പോ 89 അദ്വാനിയുടെ നേതൃത്വത്തിൽ നടന്ന രഥയാത്ര, ആ രഥയാത്രയിലൂടെയാണല്ലോ ഇവര് അധികാരത്തിലേക്ക് കടന്നു വരുന്നതിനുള്ള വഴികളൊക്കെ തെളിച്ചിട്ടുള്ളത്. അപ്പൊ കഴിഞ്ഞ 10-30 അല്ലെങ്കിൽ 40 കൊല്ലമായിട്ട് ഇവർ ഉയർത്തിയിരിക്കുന്ന മുദ്രാവാക്യം അത് പൂർത്തീകരിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇനി രാമജന്മക്ഷേത്രം അല്ലെങ്കിൽ ആ അയോധ്യ ഇഷ്യൂ അടുത്ത തെരഞ്ഞെടുപ്പിലെ ഇവരെന്തൊക്കെ പ്രചരിപ്പിച്ചാലും ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് ഘടകമാകും എന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. കാരണം ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു സവിശേഷത നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്കറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ കൊടുത്തിരുന്നു. ആ വാഗ്ദാനങ്ങളൊന്നും പാലിക്കപ്പെടാനായിട്ട് കഴിഞ്ഞില്ല. അപ്പോ വാഗ്ദാനങ്ങളൊന്നും പാലിക്കപ്പെടാൻ കഴിയാതെ വന്നതുകൊണ്ട് ഇനിയും ഇവിടെ മുമ്പ് സംസാരിച്ച ആളുകൾ സൂചിപ്പിച്ചതുപോലെ വർഗീയതയുടെ പേരിൽ, ക്ഷേത്രത്തിന്റെ പേരിൽ ആളുകളെ ഭിന്നിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി അധികാരത്തിലേക്ക് വരാൻ കഴിയുമോ എന്നുള്ള ഒരു രാഷ്ട്രീയ പരീക്ഷണമാണ് നരേന്ദ്രമോദിയും നരേന്ദ്രമോദിയുടെ കൂട്ടത്തിലുള്ള ആളുകളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അജിംസെ ഒരു 2 മിനിറ്റ് സമയം കൂടി തരികയാണെങ്കിൽ ഞാൻ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ചിത്രം അങ്ങയുടെ മുമ്പിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുക. നമ്മുടെ പാനലിസ്റ്റുകൾ പ്രേക്ഷകരുടെയും അറിയില്ലേ, ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു മുന്നണിയും, അത് നെഹ്റു ഒഴിച്ച് 3 വട്ടം ഇന്ത്യയിൽ തുടർച്ചയായി അധികാരത്തിൽ വന്ന ചരിത്രമില്ല. 52-ലാണ് ആദ്യത്തെ പൊതുതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 52-ൽ നെഹ്റു ജയിച്ചു, 57-ൽ ജയിച്ചു, 62-ൽ ജയിച്ചു. 3 വട്ടം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു 64-ൽ മരിച്ചതിന് ശേഷം ലാൽ ബഹദൂർ ശാസ്ത്രി വന്നു, പിന്നെ ഇന്ദിരാഗാന്ധിയും തുടർച്ചയായി 2 വട്ടത്തെ തെരഞ്ഞെടുപ്പ് അടിയന്തരാവസ്ഥയുടെ പിൻബലത്തോട് കൂടി വന്ന ആണ് 10 വർഷം പൂർത്തീകരിച്ചത്. ഇന്ദിരാഗാന്ധിക്കും അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കാലിടറി എന്നുള്ളതാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം. പിന്നെ തുടർച്ചയായി 10 വർഷം ഇന്ത്യയിൽ അധികാരത്തിൽ വന്നത് ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. അത് 2004 മുതൽ 2014 വരെ അദ്ദേഹത്തിനും 14 അല്ലെങ്കിൽ UPAയ്ക്കും കാലിടറുന്ന ചിത്രമാണ്. ഞാൻ പറഞ്ഞു വന്നത്,
ഇന്ത്യയുടെ കഴിഞ്ഞ 75 വർഷത്തെ രാഷ്ട്രീയ ചിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോ മുന്നണിക്കോ തുടർച്ചയായി 10 വർഷത്തിലധികം ഇന്ത്യയിൽ ഭരണം കിട്ടിയിട്ടുള്ള ഏക വ്യക്തി എന്ന് പറയുന്നത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ്. അപ്പം ചരിത്രത്തിൽ ഒരു കഥയുണ്ട്, ചരിത്രം ഹിസ്റ്ററി റിപ്പീറ്റ്സ് ഇറ്റ് സെൽഫ്. അപ്പൊ നിങ്ങൾ ചോദിക്കും അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ നരേന്ദ്രമോദി 14 24 10 വർഷമാകുന്നു, അടുത്ത തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം അധികാരത്തിൽ വരുമോ എന്ന്. അധികാരത്തിൽ വരില്ല എന്നുള്ളത് ഞാൻ കേവലം രാഷ്ട്രീയത്തിന്റെ എന്താ പറഞ്ഞ ഞാൻ കോൺഗ്രസ്സുകാരനായതുകൊണ്ട് കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ട് സംസാരിക്കുന്നു എന്നുള്ളത് കണ്ടല്ല. ഞാൻ ചില വസ്തുതകളും കണക്കുകളും നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിച്ചുകൊണ്ട് BJPയുടെ പ്രതിനിധിയുടെ അറിവിലേക്ക് കൂടി സൂചിപ്പിച്ചുകൊണ്ടാണ്. നമുക്കറിയാം 1980 BJP രൂപം കൊള്ളുന്നത്. 84 BJP ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ 2 അംഗങ്ങളാണ് പാർലമെന്റിൽ ജയിച്ചത്, ഡോക്ടർ ജംഗർ റെഡ്ഡിയും SK പാട്ടീലും. ആ 2ൽ നിന്ന് BJP 84 എത്തി എപ്പോൾ 1989. ആ 89 ശേഷം പിന്നെ 13 ദിവസം ഭരിക്കുമ്പോൾ 162, വീണ്ടും 162, 5 കൊല്ലക്കാലം ഭരിച്ചു. അതിനുശേഷം വന്ന് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം 303 സീറ്റുകൾ നേടിക്കൊണ്ടാണ് ഇപ്പോ ഈ ലോക്സഭയിൽ നരേന്ദ്രമോദി ഇന്ത്യയിൽ ഭരണത്തിലെത്തുന്നത്. ആ 303 സീറ്റിൽ ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ താഴേക്ക് പോകും. അപ്പൊ അജിംസ് ചോദിക്കും എന്താണ് കണക്ക് എന്ന്. കണക്കുകൾ അജിംസെ ഞാൻ പറയുന്നു, അത് തെരഞ്ഞെടുപ്പിൽ വെറുതെ ഒരു വാദഗതിക്ക് വേണ്ടിയല്ല. അതായത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJPക്ക് കിട്ടാനുള്ള അവരുടെ സീറ്റുകളുടെ പരമാവധി അവർക്ക് കിട്ടി എന്നുള്ളതാണ്. ഇനി അതിൽ നിന്ന് കുറവ് പോകും. അപ്പൊ നമുക്ക് താഴെ നിന്ന് തന്നെ തുടങ്ങാം, അതായത് ദക്ഷിണേന്ത്യയിൽ നിന്ന് തന്നെ തുടങ്ങാം. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ദക്ഷിണേന്ത്യയിൽ, അതായത് കർണാടകത്തിലെ 28 സീറ്റിൽ 26 നേടിയത് BJPയാണ്. ഞങ്ങൾക്ക് DK ശിവകുമാറിന്റെ സഹോദരൻ DK സുരേഷ് ഒരു സീറ്റ്, ദേവഗൌഡയുടെ ചെറുമകൻ ഒരു സീറ്റ്, 2 സീറ്റ് ഒഴിച്ച് ബാക്കി 26 സീറ്റുകളും അത് BJPക്ക് ലഭിച്ചതാണ്. ഞാൻ BJPയുടെ പ്രതിനിധിയോട് ഒരു സംവാദത്തിന് വേണ്ടി ചോദിക്കുന്നു, കർണാടകത്തിലെ അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 28 നിങ്ങൾക്ക് എത്ര സീറ്റ് കിട്ടും? ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അവിടെ 28 ഞങ്ങൾ നേടുവെന്നുള്ള, ചിലപ്പോ 1-2 വ്യത്യാസം വരുമായിരിക്കാം. അത് വേണു പറയുന്നത് നിങ്ങളുടെ പ്രതീക്ഷ മാത്രമാണ്, നിങ്ങൾ കണക്ക് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പ്രതീക്ഷയാണ് പറയുന്നത്. ഞാൻ ചോദിക്കുന്നു അടുത്ത പ്രാവശ്യം ഞാൻ അജിംസെ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ കണക്കുകളെയും വസ്തുതകളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPക്ക് സമ്പൂർണ്ണമായി സീറ്റ് കിട്ടിയ മറ്റൊരു സംസ്ഥാനമാണ് രാജസ്ഥാൻ. ഞങ്ങൾക്ക് രാജസ്ഥാനിൽ ഒന്നുപോലും നേടാൻ കഴിഞ്ഞില്ല. ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ രാജസ്ഥാനിൽ തോറ്റുവെങ്കിലും ഞങ്ങൾ പറയുന്നു BJPയും ഞങ്ങളും തമ്മിലുള്ള വോട്ട് വ്യത്യാസം എന്ന് പറയുന്നത് കേവലം ദശാംശത്തിൽ താഴെയാ, 1% പോലും വ്യത്യാസമില്ല. അപ്പൊ അടുത്ത പ്രാവശ്യം അവർക്ക് അവിടുത്തെ 28 കരസ്ഥമാക്കാൻ കഴിയുമോ? നിശ്ചയമായിട്ടും അവരുടെ അംഗസംഖ്യ രാജസ്ഥാനിൽ കുറവ് വരുമെന്നുള്ള ഒരു കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അത് തന്നെയാണ് മധ്യപ്രദേശിലെ സ്ഥിതിവിശേഷം. മധ്യപ്രദേശിലും ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒന്നും നേടാൻ കഴിഞ്ഞില്ല. പക്ഷെ ഞങ്ങൾ പറയുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് നിശ്ചയമായും മധ്യപ്രദേശിൽ 50% സീറ്റുകൾ ഞങ്ങൾക്ക് നേടാൻ കഴിയുന്ന രാഷ്ട്രീയ പശ്ചാത്തലമാണ്. അത് തന്നെയാണ് ഉത്തർപ്രദേശിൽ. ഞങ്ങൾക്ക് ഒന്നും പ്രതീക്ഷ പറയുന്നത് ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ഈ വജ്രായുധത്തെ തകർക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഈ പറയുന്നത്. എൻ്റെ ചോദ്യം ഇതാണ്, മധ്യപ്രദേശിൽ കഴിഞ്ഞ തവണയും നിങ്ങൾക്ക് നല്ല വോട്ട് ശതമാനമുണ്ട്, ഈ തവണയും നല്ല വോട്ട് ശതമാനമുണ്ട്, പക്ഷെ ഇവിടേക്ക് നിങ്ങൾക്ക് അധികാരം നഷ്ടപ്പെടുന്നു. അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? അല്ല, അത് അതിന്റെ ഒരു കാരണം, അതിപ്പം ഞങ്ങൾ AICC ഇന്നലെയും മിനിഞ്ഞാന്നും കഴിഞ്ഞ ദിവസങ്ങളിലും ഒക്കെ ചേർന്ന ഞങ്ങളുടെ സമ്മേളനത്തിൽ ഞങ്ങൾ വിലയിരുത്തിയത് ഒന്ന് അജിംസെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി എന്ന നിലയിലല്ല ഞങ്ങൾ മത്സരിച്ചത്. ഞങ്ങൾക്ക് മത്സരിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നുവെങ്കിലും ഞങ്ങൾ മധ്യപ്രദേശിലെ സീറ്റ് വിഭജനത്തെക്കുറിച്ച് ചർച്ച വരുമ്പോൾ ഞങ്ങൾ 18 സീറ്റ് വരെ സമാജ്വാദി പാർട്ടിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാണ്. പക്ഷെ അവർ ആവശ്യപ്പെടുന്നത് 40 സീറ്റാണ്. സമാജ്വാദി പാർട്ടിക്ക് ഉത്തർപ്രദേശുമായിട്ട് ചേർന്ന് കിടക്കുന്ന മധ്യപ്രദേശിലെ ഈ പഹാഡി ഇലാക്ക, അതായത് പർവ്വത പ്രദേശങ്ങളിലൊക്കെ അവർക്ക് ചെറിയ ശക്തിയുണ്ട്, 5000-10000 വോട്ടുകളൊക്കെ സമാഹരിക്കാൻ ശേഷിയുള്ള. പക്ഷെ ഞങ്ങളോട് 40 സീറ്റ് ചോദിക്കുമ്പോൾ അത് കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയില്ലാത്തത് കൊണ്ട് ഞങ്ങൾ അവസാനം ഈ 18 എന്ന് പറഞ്ഞ് ഞങ്ങൾ വിജയസാധ്യതയുള്ള 6 സീറ്റ് അവർക്ക് കൊടുക്കാതെ 8 വരെയാണെങ്കിലും 10 വരെയാണെങ്കിലും ഞങ്ങൾ സമ്മതിക്കുമായിരുന്നു. പക്ഷെ അവർ ആവശ്യപ്പെടുന്ന സീറ്റുകളുടെ എണ്ണം എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ എന്താ പറഞ്ഞ ഒരു നിയന്ത്രണത്തിനും അപ്പുറത്തേക്കുള്ളതാണ്. നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത്, ഈ മധ്യപ്രദേശിൽ ഞങ്ങൾ തോക്കുമ്പോഴും ഞങ്ങൾ തോൽക്കുന്ന 40-ലധികം സീറ്റുകളിൽ ഞങ്ങളും BJPയും തമ്മിലുള്ള വോട്ടുകളുടെ മാർജിൻ എന്ന് പറഞ്ഞാൽ 5000 വോട്ടിൽ താഴെയാണ്. അവരങ്ങനെ മഹാഭൂരിപക്ഷത്തിലല്ല അവർ ജയിച്ചിരിക്കുന്നത്. നിങ്ങൾ ഈ വോട്ട് ശതമാനം വെച്ച് 2024 ജയിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് വേണു സേനാപതി പറയുന്നത്. എന്റെ ചോദ്യം അതല്ല, ഈ BJP എന്തുകൊണ്ടായിരിക്കും ഈ പ്രചാരണ ആയുധം തെരഞ്ഞെടുക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ?
അല്ല, അത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. കാരണം കഴിഞ്ഞ 2014-ലെയും 2019-ലെയും തെരഞ്ഞെടുപ്പിൽ BJP ഇന്ത്യയിലെ ജനങ്ങൾക്ക് മുമ്പിൽ ചില വാഗ്ദാനങ്ങൾ വെച്ചു. ആ വാഗ്ദാനങ്ങളിൽ ഒന്ന്, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇന്ത്യയിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില ഞങ്ങൾ പിടിച്ചു നിർത്തും. ഒരുപക്ഷെ അജിംസ് ഓർക്കുന്നുണ്ടാകും, BJP-യുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് വന്ന നരേന്ദ്രമോദി പ്രസംഗിച്ചു. അദ്ദേഹത്തിന്റെ പ്രസംഗം പരിഭാഷപ്പെടുത്തിയത് V. മുരളീധരനാണ്. അദ്ദേഹം പ്രസംഗിച്ചത് കേരളത്തിലെ വീട്ടമ്മമാരോട്. ആ വീട്ടമ്മമാരോട് അദ്ദേഹം പറഞ്ഞു, ആ पोलिंग स्टेशन मतदान क्षेत्र जाने से पहले अपना रजोई के अंदर जाना और गैस सिलेंडर का ऊपर देखना और उसके बाद जाकर वोट देना. അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ അടുക്കളയിൽ കയറി ഗ്യാസ് സിലിണ്ടറിനെ നോക്കിയതിന് ശേഷം വേണം പോയി വോട്ട് ചെയ്യാൻ. അപ്പൊ അന്നത്തെ പ്രചരണത്തിൽ അദ്ദേഹം പറഞ്ഞത്, കോൺഗ്രസ് ഭരിക്കുന്നതുകൊണ്ട്, UPA ഭരിക്കുന്നതുകൊണ്ട് പെട്രോളിന്റെയും ഡീസലിന്റെയും വില വല്ലാതെ വർദ്ധിച്ചിരിക്കുന്നു, ഞങ്ങൾ അതിന്റെ വില പിടിച്ചു നിർക്കും. V. മുരളീധരന്റെ നേതൃത്വത്തിൽ കാളവണ്ടി അടിച്ചുകൊണ്ട്, ശോഭാ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ഗ്യാസ് സിലിണ്ടർ ഉരുട്ടിക്കൊണ്ട് ഒക്കെ നടന്ന ഒരുപാട് സമരങ്ങൾ നമുക്കറിയാം. ആ കാലഘട്ടത്തിലൊക്കെ നരേന്ദ്രമോദി നാട്ടിലെ ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനം, ഞങ്ങൾ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും ഡീസലിന്റെയും വില ഞങ്ങൾ കുറയ്ക്കും. സുരേന്ദ്രൻ ഈ ചാനലിൽ ഉൾപ്പെടെ ചാനൽ ചർച്ചകൾ പറഞ്ഞെന്താ, ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ 50 രൂപയ്ക്ക് ഞങ്ങൾ പെട്രോൾ കൊടുക്കും, 40 രൂപയ്ക്ക് ഞങ്ങൾ ഡീസൽ കൊടുക്കും എന്ന വാഗ്ദാനമാണ് നടത്തി. ഞാൻ പറഞ്ഞത്, ആ വാഗ്ദാനത്തിന്റെ അടുത്തുപോലും എത്താനായിട്ട് ഈ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടില്ല. അടുത്ത തെരഞ്ഞെടുപ്പിൽ നിശ്ചയമായിട്ടും ഇത് ചർച്ചയാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. 2, ഇന്ത്യയിലെ യുവലക്ഷങ്ങളോട്, യുവലക്ഷമല്ല യുവ കോടികളോട് നരേന്ദ്രമോദി പറഞ്ഞെന്താ, പ്രതിവർഷം ഞങ്ങൾ 2 കോടി തൊഴിലവസരങ്ങൾ ഇന്ത്യയിൽ കൊടുക്കുമെന്നുള്ളതാണ്. നിർഭാഗ്യവശാൽ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് ഇന്ത്യയിൽ തൊഴിൽ കിട്ടിയ ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 7 ലക്ഷമാണ്. 7 ലക്ഷം ആളുകൾക്കാണ്. അപ്പം 2 കോടി ആളുകൾക്ക് അങ്ങ് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. എന്റെ ചോദ്യം, 2019-ലും ഈ വിഷയങ്ങൾ ഉണ്ടായിരുന്നു, ഈ വിഷയങ്ങൾ ഇപ്പോഴുമുണ്ട്. മോദി ഭരിച്ച എല്ലാ കാലത്തും ഈ പ്രശ്നങ്ങൾ അവരുടെ മുമ്പിലുണ്ട്, വോട്ടർമാരുടെ മുമ്പിൽ. നിങ്ങൾ അത് എത്ര പറഞ്ഞാലും അതിനെ മറികടക്കാൻ കഴിയുന്ന ഒരു വജ്രായുധമായി തന്നെ അവർ രാമക്ഷേത്രത്തെ എടുക്കുകയാണ്. അവിടെ നിങ്ങൾ എന്താണ് പ്രതിസന്ധിയിലാകും. കാരണം നിങ്ങളിൽ കുറെ അധികം നേതാക്കൾ ആ പരിപാടിക്ക് ഞങ്ങളെ വിളിച്ചില്ല എന്ന് പറഞ്ഞ് കരയുക ആ സമയത്ത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, 2025-ലെ തെരഞ്ഞെടുപ്പിൽ ഇതൊരു മുഖ്യ തെരഞ്ഞെടുപ്പ് വിഷയമല്ല. ഇന്ത്യയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 40 കൊല്ലമായിട്ട് അവർ കേൾക്കുന്നത് രാമക്ഷേത്രത്തെക്കുറിച്ച്, അതിന്റെ നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നു, ഇനി നിർമ്മിച്ചു നിങ്ങൾ, ഇനി അതൊരു തെരഞ്ഞെടുപ്പ് വിഷയം, മുഖ്യ വിഷയമാവില്ല എന്നുള്ളത് ഞങ്ങൾ 100% ഞങ്ങൾ അതിൽ ഉറപ്പ് നൽകുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്നു, അവരിനി ഈ വജ്രായുധം ഏത് രീതിയിൽ അവർ പ്രയോഗിച്ചു കഴിഞ്ഞാലും അത് അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പിൽ ജയിക്കാനുള്ള ഒരു വജ്രായുധമായിട്ട് അവർക്ക് മാറില്ല എന്നുള്ള കാര്യം അവർക്കറിയാം. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താ, കഴിഞ്ഞ 10 കൊല്ലക്കാലം ഇവർ ഈ നാട്ടിൽ ഭയങ്കര വികസനം, ഞങ്ങൾ $5 ട്രില്യൺ ഇന്ത്യയെ വളർത്തി എന്നൊക്കെ പറയുന്ന ആളുകൾ, അപ്പൊ ആ വികസനങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അപ്പൊ എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ അവർ നടത്തിയ വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാതെ ഏറ്റവും അവസാനം വന്ന് ഞങ്ങൾ ഇതാ രാമക്ഷേത്രമാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് പ്രധാനപ്പെട്ട വിഷയം? അത്തരം ഒരു വർഗീയതയിലേക്ക് പോകുന്ന ആളുകളല്ല ഇന്ത്യയിലെ ജനങ്ങൾ. കാരണം അങ്ങനെ ഒരു വർഗീയ ചിന്താഗതി, കാരണം ഇന്ത്യയിലെ ജനങ്ങൾ അവർ ബേസിക്കലി സെക്യുലർ ആണ്, അവർ മതേതര വിശ്വാസികളാണ്. അതുകൊണ്ട് തന്നെയാണ് BJP ഇത്രയും എല്ലാം എന്താ പറഞ്ഞ പ്രചരണങ്ങൾ നടത്തുമ്പോഴും അവരുടെ വോട്ട് ഷെയർ എന്ന് പറഞ്ഞാൽ 31% അപ്പുറത്തേക്ക് പോയിട്ടില്ല. ഇനി പ്രാദേശികമായി ഏതെങ്കിലും സംസ്ഥാനത്ത് ചില വിഷയങ്ങളുടെ പേരിൽ മാത്രമേ ഉള്ളൂ. ഇന്ത്യയിൽ മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ അവർക്ക് ഇന്ത്യയിലെ 1/3 ജനങ്ങളുടെ അപ്പുറത്തേക്ക് പോകാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഇന്ത്യയിലെ ജനങ്ങൾ അവരുടെ മനസ്സിൽ സൂക്ഷിക്കുന്ന മതേതര വിശ്വാസം, ആ മതേതര വിശ്വാസത്തെ മുറുകി പിടിച്ചുകൊണ്ട് കോൺഗ്രസ് ഇന്ത്യ മുന്നണിയായി ഞങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു, രാമജന്മ ഭൂമിയോ അല്ലെങ്കിൽ അയോധ്യയിലെ ക്ഷേത്രമോ രാമക്ഷേത്രമോ ആയിരിക്കില്ല അടുത്ത തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയം. അത് ഇവിടെ അമൃതകാലത്തേക്കാണ് നമ്മൾ പോകുന്നത്, നമ്മളുള്ളത് അമൃതകാലത്താണ് എന്ന് പ്രധാനമന്ത്രി നിരന്തരം പറയാറുണ്ട്. ലോകം മുഴുവൻ ഇന്ത്യയിലേക്ക് നോക്കുകയാണ്, ഇന്ത്യയുടെ സൗഹൃദത്തിന് വേണ്ടി ലോകരാഷ്ട്രങ്ങൾ ആഗ്രഹിക്കുകയാണ് എന്ന് തുടങ്ങി G20-യുടെ ആതിഥേയത്വം വരെയും തെരഞ്ഞെടുപ്പ് പ്രചരണ വിഷയമാക്കിയിട്ടുണ്ട് നിങ്ങൾ. പക്ഷേ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ വിശ്വഗുരു എന്ന ഇമേജ് പോലും നിങ്ങൾ രക്ഷിക്കില്ല എന്ന തോന്നലിലാണോ നിങ്ങൾ ഈ എന്താണ് ഒരു പഴകിയ വിഷയം, ഒരു പഴയ വിഷയമാണത്, ആ വിഷയം സെറ്റിൽ ചെയ്തതാണ്, രാജ്യത്ത് ഒരുപാട് രക്തമൊഴുക്കിയ, ഒരുപാട് കലാപങ്ങൾക്ക് കാരണമായ ഒരു പ്രശ്നമാണ്. ആ പ്രശ്നത്തിൽ അതൊക്കെ വീണ്ടും പൊക്കിക്കൊണ്ടുവരുന്നത് എന്തുകൊണ്ടാണ്? ഈ നിങ്ങൾ തന്നെ ഊറ്റം കൊള്ളുന്ന കാര്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കില്ല എന്നുള്ളതുകൊണ്ടാണോ? അംജി സാർ, ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഇലക്ഷൻ വിഷയമായിട്ട് രാമജന്മഭൂമി പ്രക്ഷോഭത്തെ കാണുന്നില്ല. ഇതിന് 1528 മുതൽ 2019 വരെയുള്ള ഭാരതത്തിൻ്റെ ഐതിഹാസികമായിട്ടുള്ളൊരു ചരിത്ര പോരാട്ടത്തിൻ്റെ അവസാനമാണ് രാമജന്മഭൂമി പ്രക്ഷോഭത്തിൻ്റെ ഈ ജനുവരി 22-ാം തീയതി നടക്കുന്നത്.
സ്വാഭാവികമായിട്ട് രാമക്ഷേത്രത്തെ വജ്രായുധമാക്കിക്കൊണ്ടല്ല ഈ ഇലക്ഷനിൽ BJP ജനങ്ങൾ നേരിടാൻ പോകുന്നത്. സേനാപതി വേണു സാർ പറഞ്ഞല്ലോ, BJP ആണ് ഇവിടെ വർഗീയ ധ്രുവീകരണം നടത്തിക്കൊണ്ട് ഈ രാമജന്മഭൂമി പ്രക്ഷോഭത്തെ ഇത്രമാത്രം പ്രക്ഷോഭത്തിലേക്ക് നയിച്ചതെന്നും വർഗീയ കലാപം ഉണ്ടാക്കിയെന്നും. ഞാൻ ചോദിക്കട്ടെ സേനാപതി വേണു സാർ, 1985 ആദ്യമായിട്ട് ജനങ്ങൾക്ക് രാമക്ഷേത്രത്തിലേക്ക് പോകാനുള്ള അനുവാദം കൊടുത്തത് രാജീവ് ഗാന്ധിയല്ലേ? 1989 രാമക്ഷേത്രത്തിൻ്റെ ശിലാന്യാസം നടത്താൻ വേണ്ടിയിട്ട് അനുവാദം കൊടുത്തത് രാജീവ് ഗാന്ധിയല്ലേ? സ്വാഭാവികമായിട്ട് നിങ്ങൾ എല്ലാ കാലഘട്ടത്തിലും ഈ ജനങ്ങളെ പക്ഷം നോക്കിക്കൊണ്ട് തമ്മിലടിപ്പിക്കാനുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊള്ളി. ഇപ്പോൾ ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമാണ്. ഞാനങ്ങനെ എനിക്ക് സേനാപതി വേണു സാറിന് പറയാണ്, ഇത് ഞങ്ങളുടെ ഒരു ഇലക്ഷൻ വിഷയമല്ലെങ്കിൽ നിങ്ങൾ ഉറച്ചു പറയണം രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ ഞങ്ങളാരും പങ്കെടുക്കില്ല എന്ന്. അത് പറയാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ? ഇപ്പോൾ യെച്ചൂരി പറഞ്ഞു, യെച്ചൂരിയെ സംബന്ധിച്ചിടത്തോളം ചരിത്രബോധമില്ലാത്ത ഒരാളെന്ന രീതിയിലും ഇന്ത്യൻ ചരിത്രത്തെ അംഗീകരിക്കാത്ത ആളെന്ന രീതിയിലും അതോടൊപ്പം തന്നെ ഇന്ത്യൻ ദേശീയതയെ അംഗീകരിക്കാത്ത ആളെന്ന രീതിയിലും രാമനെ ഒരിക്കലും അംഗീകരിക്കില്ല. അത് യെച്ചൂരി പറഞ്ഞതൊക്കെ ഞങ്ങളത് അംഗീകരിക്കുന്നു. കാരണം ചൈനയുടെ ജാരസന്തതികളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ത്യൻ നിലപാടിനോട് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. ഞാൻ സേനാപതി വേണു സാറിനോട് പറയുന്നു, ഇതൊരു വർഗീയ വിഷയമായിട്ട് BJP എടുക്കുന്നതെങ്കിൽ ഞങ്ങൾ വർഗീയതയോട് സന്ധി ചെയ്യില്ല. അങ്ങനെയാണെങ്കിൽ ഈ രാമപ്രതിഷ്ഠാ ദിനത്തിൽ ഞങ്ങൾ പങ്കെടുക്കില്ല എന്ന് പറയാനുള്ള ചങ്കൂറ്റം നിങ്ങൾക്കുണ്ടോ? ഇല്ല. വേണു സാറിന് പറയാൻ പറ്റുമോ? അപ്പോൾ സ്വാഭാവികമായിട്ട് മറുപടി പറഞ്ഞോട്ടെ. ഞാൻ പറയുന്നു, രാമക്ഷേത്ര വിഷയത്തെ നിങ്ങൾ ഒരു ഇലക്ഷൻ വിഷയമായി എടുക്കരുത്. അല്ല, ഇലക്ഷൻ വിഷയമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ 9 വർഷമായി 5 രൂപയുടെ അഴിമതി ആരോപണം സർക്കാരിനെതിരെ. BJP അത് ഇലക്ഷൻ വിഷയമായിട്ട് എടുക്കുന്നില്ലെങ്കിൽ ഈ പണി തീരാത്ത അമ്പലത്തിന്റെ ഉദ്ഘാടനം ജനുവരി 24 നടന്നത് എന്തിനാണ്? 2024 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നടത്തിയാൽ പോരെ? അല്ല, പണി തീരാത്ത അമ്പലം എന്ന് നിങ്ങൾ പറയരുത്. സ്വാഭാവികമായി ഏറ്റവും അത്യന്തികമായിട്ടുള്ള ജനുവരി 16 അവിടെ വിഗ്രഹം സ്ഥാപിക്കും. അതിന്റെ സാങ്ക്ടം സാങ്ക്ടോറിയത്തിൽ ആ വിഗ്രഹം സ്ഥാപിക്കും. പക്ഷേ ജനുവരി 24 ഉദ്ഘാടനം വയ്ക്കുന്നത് പണി തീരുന്നതിന് മുമ്പാണോ? ജനുവരി 24 അയോധ്യയിലേക്ക് വരരുത് എന്ന് രാജ്യത്തെ രാമഭക്തരായ വിശ്വാസികളോട് പറഞ്ഞത് ഞാനല്ല, അതിന്റെ ട്രസ്റ്റ് ഭാരവാഹികളാണ്. അല്ല, അത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്ന ഏറ്റവും അത്യന്തികമായ ചടങ്ങാണ് നടക്കാൻ പോകുന്നത്. ആ ചടങ്ങിന് കൃത്യമായ ഡേറ്റ് ഭാരതത്തിൻ്റെ ശകവർഷ കലണ്ടർ നോക്കിക്കൊണ്ട് കൃത്യമായി ശാസ്ത്രീയമായിട്ട് ഇവിടുത്തെ ജ്യോതിഷികൾ പറഞ്ഞ ദിവസമാണ്. അത് സയൻറ്റിഫിക് ആയിട്ടൊരു ദിനമാണ്. അത് നരേന്ദ്രമോദിയല്ല തിരഞ്ഞെടുത്തത്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, നരേന്ദ്രമോദിയല്ല അവിടെ അമ്പലം ഉണ്ടാക്കുന്നത്. അവിടെ അമ്പലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു ട്രസ്റ്റ് ഉണ്ട്. ആ ട്രസ്റ്റാണ് കാര്യങ്ങൾ നിശ്ചയിക്കുന്നത്. ആ ട്രസ്റ്റിലേക്ക് നരേന്ദ്രമോദിയെ മാത്രമല്ല 6000-ഓളം പ്രതിനിധികളെ ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, BJP അല്ല അവിടെ അമ്പലം പണിയുന്നത്. ഇവിടെ ആ പ്രക്ഷോഭത്തിൻ്റെ ചരിത്രം 1885 മുതൽ പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പറ്റം ആളുകളാണ് ആ അമ്പലം നിർമ്മിക്കുന്നത്. സ്വാഭാവികമായിട്ട് അവിടേക്ക് ക്ഷണിക്കുകയാണ് നരേന്ദ്രമോദിയെയും സീതാറാം യെച്ചൂരിയെയും സോണിയാഗാന്ധിയൊക്കെ ചെയ്തത്. അതിൽ പങ്കെടുക്കുക എന്നുള്ള പ്രക്രിയ മാത്രമാണ് നരേന്ദ്രമോദി ചെയ്തത്. സ്വാഭാവികമായിട്ട് 600 വർഷത്തെ പോരാട്ടത്തിൽ അനവധി ആളുകളുടെ ജീവിതം നഷ്ടമായിട്ടുണ്ട്. അനവധി ആളുകളുടെ ബലിദാനം ഉണ്ടായിട്ടുണ്ട്. തീവ്രമായിട്ടുള്ളൊരു പോരാട്ടം ഉണ്ടായിട്ടുണ്ട്. ഇതിന് 2 ആംഗിൾ ഉണ്ട്. ഞാനൊരു കാര്യം പറയാം. ഒന്ന്, ഈ അമ്പലത്തിലെ നിർമ്മാണം പറയുന്നതോടൊപ്പം തന്നെ തൊട്ടപ്പുറത്ത് നമ്മൾ മനസ്സിലാക്കണം, ഇന്ത്യയിൽ ഏറ്റവും വലിയൊരു പള്ളി പണിയാൻ പോകുന്നു. അതിനും നേതൃത്വം കൊടുക്കുന്നത് നരേന്ദ്രമോദിയും അവിടുത്തെ വഖഫ് ബോർഡും UP സർക്കാരുമാണ്. ആ പള്ളി ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയൊരു പള്ളിയാണ് പണിയാൻ പോകുന്നത്. മുഹമ്മദ് ബിൻ അബ്ദുള്ള എന്നാണ് ആ പള്ളിയുടെ പേര്. മുഹമ്മദ് നബിയുടെ പേരാണ് പള്ളിക്കുള്ളത്. നിങ്ങളെന്താ അത് പറയാത്തത്? ഞാൻ പറയുന്നത്, സത്യത്തിൽ ഈ അമ്പലവും പള്ളിയും ഒക്കെ അവിടെ വന്ന് ഉത്തർപ്രദേശിൻ്റെ വർഗീയ ധ്രുവീകരണ അന്തരീക്ഷത്തിൽ നിന്ന് അവിടെ ഹിന്ദുവും മുസൽമാനും ഒരുമിക്കുന്ന ഒരു കാലത്തിലേക്കാണ് വരാൻ പോകുന്നത്. അതിന് നേതൃത്വം കൊടുക്കുകയാണ് നരേന്ദ്രമോദി ചെയ്യുന്നത്. അതല്ലേ വേണ്ടത്? നമ്മൾ UP BJP ഭരിക്കുമ്പോൾ മാത്രമല്ലല്ലോ കലാപം ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കലാപങ്ങൾ നടന്നിരുന്ന സ്ഥലമാണ് ഉത്തർപ്രദേശ്. ആ ഉത്തർപ്രദേശിൽ ഹിന്ദുവും മുസൽമാനും അമ്പലത്തിൻ്റെയും പള്ളിയുടെയും പേരിലുള്ള തർക്കങ്ങൾ അവസാനിച്ച് അവൻ ദേശീയതയ്ക്കൊപ്പം ഒരുമിച്ച് നിൽക്കുന്ന സാഹചര്യം ഭാരതത്തിൽ ഉണ്ടാവുമ്പോൾ നമ്മളെല്ലാവരും അഭിമാനത്തോടു കൂടി ഈ ഒരു പ്രാണപ്രതിഷ്ഠയെ സ്വീകരിക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. ജാതി മതത്തിനപ്പുറത്തേക്ക് ഇന്ത്യയുടെ ഐക്യത്തെ ഊട്ടിയുറപ്പിക്കുന്ന ഒരു ചരിത്ര സ്മാരകമായിട്ടാണ് രാമക്ഷേത്രം അയോധ്യയിൽ വരാൻ പോകുന്നത്. കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം അവൻ സ്വാഭാവികമായിട്ട് എല്ലാ കാലഘട്ടത്തിലും ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. ഇന്ത്യ സ്വതന്ത്രമായത് മുതൽ ഈ അമ്പലത്തിന്റെ പേരിൽ എല്ലായിടത്തും കലാപം ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ഭരിക്കുമ്പോഴല്ല, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. പക്ഷേ ആ കലാപത്തിന്റെ ഒരു വശത്ത് സംഘപരിവാർ ഉണ്ടായിരുന്നു. നിങ്ങൾ പറയുന്നു ഈ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം ഈ പറയുന്ന സാമുദായിക മൈത്രി ഊട്ടിയുറപ്പിക്കാനാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? സുപ്രീം കോടതി വിധി പ്രകാരം പൂർത്തിയാക്കിയ 2 ദേവാലയങ്ങൾ ഒരേ സമയം നിങ്ങൾ അങ്ങ് ഉദ്ഘാടനം ചെയ്യണം. ഞങ്ങൾ ഇതിനു വേണ്ടിയാണ്, നിങ്ങൾ അതിനുവേണ്ടിയല്ല ചെയ്യുന്നതെന്നേ, അതിനുവേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അങ്ങനെയാണല്ലോ ചെയ്യേണ്ടത്.
ആരാണ് പറഞ്ഞത്? അംജി സാർ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട പ്രശ്നം നമുക്കറിയാലോ. ഈ പള്ളിക്ക് അനുവദിച്ച 6 ഏക്കർ ഭൂമി പോരാ എന്ന് പറഞ്ഞുകൊണ്ട് വഖഫ് ബോർഡ് ആണ് അതിനെ വൈകിപ്പിച്ചത്. സ്വാഭാവികമായത് വൈകിയപ്പോൾ കഴിഞ്ഞ ദിവസം ഇഫ്രാൻ ജാഫ്രി എന്ന് പറയുന്ന BJPയുടെ MP അടക്കമുള്ള ട്രസ്റ്റ് കമ്മിറ്റി അംഗങ്ങൾ കൂടി ഈ ഫെബ്രുവരിയിൽ പണി ആരംഭിച്ച് അടുത്ത ഫെബ്രുവരിയോട് കൂടിയിട്ട് ആ പള്ളി പൂർത്തീകരിക്കുകയാണ്. 16 ഏക്കറാണ് ഏറ്റെടുത്തിട്ടുള്ളത് ഇപ്പോൾ ആ പള്ളിയുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട്. സ്വാഭാവികമായി സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ടാണ് ആ പള്ളിയുടെ നിർമ്മാണം വൈകിയത്, അല്ലാതെ മനഃപൂർവ്വം ആരും വൈകിച്ചതല്ല. സ്വാഭാവികമായി തൊട്ട് 10 കിലോമീറ്റർ അപ്പുറത്ത് പള്ളിയും ഇപ്പുറത്ത് അയോധ്യയിൽ രാമക്ഷേത്രവും വരുമ്പോൾ ഹിന്ദു മുസ്ലിം ഐക്യത്തെ ഊട്ടിയുറപ്പിക്കുകയാണ് സത്യത്തിൽ നരേന്ദ്രമോദി ചെയ്യുന്നത്. ഇതിൽ വിറളി പൂണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ കമ്മ്യൂണിസ്റ്റുകാരും ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും ഒക്കെ ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര മനോഹരമായിട്ടാണ്. ഏതാണ് MP? ഹാജി അർഫാൻ. അങ്ങനെ പേരുള്ള ഒരു MP നിങ്ങൾക്കുണ്ടോ BJPക്ക്? സുഫർ അഹമ്മദ് ഫാറൂഖിയാണ് അവിടുത്തെ വഖഫ് ബോർഡ് ചെയർമാൻ. അല്ല, നിങ്ങളുടെ ഒരു MP യുടെ കാര്യം അല്ല, ഒരു MP യുടെ കാര്യം പറഞ്ഞു. ഹാജി അർഫാൻ മുൻ MP ആയിട്ടുള്ള ഹാജി അർഫാനും സുഫർ അഹമ്മദ് ഫാറൂഖിയാണ് ചെയർമാൻ. ഇവര് രണ്ടുപേരും നേതൃത്വം കൊടുക്കുന്നത്. രാജ്യത്ത് വർഗീയത അവസാനിപ്പിക്കാൻ പോകുന്ന നിങ്ങൾക്ക് എന്താണ് ഇർഫാൻ ജഫ്രി എന്ന പേരുള്ള ഒരു MP ഇല്ല എന്നുള്ളത് തന്നെ എവിഡന്റ് ആണ്. ഹാജി അറഫാൻ എന്ന് പറയുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ മഹാരാഷ്ട്രയിൽ നിന്നുള്ള മുൻ MPയും സുഫർ അഹമ്മദ് ഫറൂഖി എന്ന് പറയുന്ന ആളുമാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. ഓക്കെ, അതിൽ നിങ്ങളുടെ പങ്കെന്താണ്? അല്ല, ഞാൻ പറയുന്നത് സത്യത്തിൽ നമ്മൾ എല്ലാവരും ഇതിനെ സ്വാഗതം ചെയ്യുകയല്ലേ വേണ്ടത്. ഇതൊരു പഞ്ചായത്ത്. ഞാൻ പറഞ്ഞത് പരമോന്നത നീതിപീഠം ഇന്ത്യൻ സുപ്രീം കോടതി വളരെ രമ്യമായി പരിഹരിച്ചൊരു കേസ്. അതിന്റെ പ്രാണപ്രതിഷ്ഠാ ദിനത്തെ എന്തിനാ നിങ്ങൾ ഇങ്ങനെ വർഗീയമായിട്ട് ചേരിതിരിവുണ്ടാക്കുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്? ഇപ്പൊ വലതുപക്ഷം സാങ്കേതികമായി ഈ ഒരു മതപരമായ ഒരു കാര്യത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണമായ വിഷയമായി ഉയർത്തുമെന്ന് നിങ്ങളാണ്, BJPയാണ് പ്രഖ്യാപിച്ചത്, വേറെ ആരുമല്ല. അതിനെയാണ് ചോദ്യം ചെയ്യുന്നത്. അത് ഭരണഘടനയുടെ അന്തസ്സത്തയ്ക്ക് നിരക്കുന്നതല്ല. ഒന്നാമത് നിങ്ങൾ അത് ചെയ്യുന്നുണ്ട് നിരന്തരം. പക്ഷെ അത് ഭരണഘടനയുടെ അന്തസ്സത്തയ്ക്ക് നിരക്കുന്നതല്ല. ബിക്കോസ് ഇന്ത്യ ഒരു സെക്യുലർ കൺട്രിയാണ്. അതിൽ നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടെങ്കിൽ അത് പറയാം. അംജി സാർ, ഭാരതീയ ജനതാ പാർട്ടി അല്ലല്ലോ അവിടെ ക്ഷേത്രഭൂമി പിടിച്ചെടുത്തതല്ലോ. രാമജന്മഭൂമിയുടെ ഭൂമി ഭാരതീയ ജനതാ പാർട്ടിക്ക് പിടിച്ചെടുത്തല്ലോ പരമോന്നത നീതിപീഠം. നീതിയും അന്യായവും ചരിത്ര വസ്തുതകളും പള്ളി പൊളിച്ചത് ഞങ്ങളല്ല എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കുമോ നിങ്ങൾ പ്രചാരണം നോക്കിക്കൊണ്ടല്ലേ ഈ ബാബരി മസ്ജിദ് എന്ന പള്ളി പൊളിച്ചത് ഞങ്ങളല്ല എന്ന് പറഞ്ഞായിരിക്കുമോ നിങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുക? അത് പൊളിച്ചത് ഞങ്ങളാണ് എന്ന് പറഞ്ഞാണോ? അല്ല, ഞാൻ പറയട്ടെ, ഈ ബാബരി മസ്ജിദ് എന്ന് പറയുന്ന വിഷയവും രാമജന്മഭൂമി വിഷയവുമൊക്കെ ഇവിടെ അവസാനിച്ചതാണ്. ഇനിയും ഈ ബാബരി മസ്ജിദിന്റെ പേര് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്തിനാ നാട്ടിനകത്ത് കലാപം ഉണ്ടാക്കാൻ പോകുന്നത്? ആ വിഷയം എങ്ങനെയാണ് അവസാനിപ്പിച്ചത്? ഒരു വിഷയം അവസാനിപ്പിച്ച് പുതിയൊരു യുഗം തുറക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി വേണം. ഞങ്ങളിതാ പള്ളി പൊളിച്ചത് തെറ്റായിപ്പോയി, അല്ലെങ്കിൽ ഞങ്ങളല്ല പൊളിച്ചത്, ഞങ്ങൾ ഈ രാമജന്മഭൂമി ക്ഷേത്രത്തെ ദേശീയത ഭാഗമായി ജനങ്ങൾക്ക് മുമ്പിൽ വയ്ക്കുന്നു. നിങ്ങൾ എന്താ പറയുന്നതിനുള്ള ക്ലാരിറ്റി വേണ്ടേ? ചരിത്രപരമായിട്ട് കോടതി വിധിയിൽ എന്താ പറഞ്ഞത്? ചരിത്രപരമായി ഒരു പള്ളി എന്നതിന്റെ യാതൊരു സാങ്കേതികതയും ബാബരി മസ്ജിദിൽ ഉണ്ടായിരുന്നില്ല. ഇതല്ല പരമോന്നത നീതിപീഠം പറഞ്ഞത്. സ്വാഭാവികമായിട്ട് നിങ്ങൾ ആ പേരെ സാങ്കേതികമായി പറയുന്നു. മുമ്പ് ഈ മന്ദിരത്തിന്റെ പേരുണ്ടായിരുന്നില്ല. മന്ദിരം എന്നാണ് അറിയപ്പെടുന്നത്. രാംലല്ലയുടെ മന്ദിരമായിരുന്നു 800 എത്തിയ സമയത്താണ് ബാബരി മസ്ജിദ് എന്ന പേരിലേക്ക് വരുന്നത്. ഒരു തർക്കപരിഹാര വിധി എന്നതിനപ്പുറം നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ അവിടെ എന്തോ ഉണ്ടായിരുന്നു എന്ന് സുപ്രീം കോടതി പറഞ്ഞു. സുപ്രീം കോടതി പറഞ്ഞല്ലോ. എന്താ പറഞ്ഞത്? പിന്നെന്താ, കൃത്യമായിട്ട് ബാബരി മസ്ജിദിന് അടിയിലുള്ള നിർമ്മാണത്തിൽ എന്താണ് ഉണ്ടായിരുന്നത് കൃത്യമായിട്ട് ശാസ്ത്രീയമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. ആര് പറഞ്ഞിട്ടുണ്ട്? സുപ്രീം കോടതി വിധി ഞാനും വായിച്ചതാണ്. 2019 അവിടെ കണ്ടെത്തിയിട്ടുള്ള വിഗ്രഹങ്ങൾ സുപ്രീം കോടതി വിധി 2019 ഞാനും വായിച്ചതാണ്. ശാസ്ത്രീയമായി ഉന്നയിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അതിൽ ഏറ്റുപിടിച്ചിട്ടില്ല. ആ സുപ്രീം കോടതി വിധിയിൽ ഒന്നും പറയുന്നില്ല. അങ്ങനെ അതൊരു ആർബിട്രേഷനാണ്. ഒരു തർക്കപരിഹാരം എന്ന നിലയിൽ ഒരു വിധി മുന്നോട്ട് വെച്ചു എന്നുള്ളതാണ്. ഞാൻ മടങ്ങി വരാം പ്രിന്റു, നിങ്ങളിലേക്ക് മറ്റ് അതിഥികളിലേക്ക് തിരികെ. ശ്രീ LS ലിജു, BJP ഈ വിഷയത്തിൽ മുന്നോട്ട് വയ്ക്കുന്ന വിശദീകരണത്തിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ?
അതായത് നിങ്ങൾ ഇതിൽ പങ്കെടുക്കുന്നതിൽ നിങ്ങൾക്ക് ദേശീയതയിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് എന്ന് പറയുന്നു, ചരിത്രബോധമില്ലാത്തതുകൊണ്ടാണ് എന്ന് പറയുന്നു. ഈ ദേശീയതയെക്കുറിച്ച് പറയാൻ BJPയുടെ പ്രതിനിധി ശ്രീ പ്രിൻറ്റു ആരുടെ പിന്മുറക്കാരനാണ്? VD സവർക്കറിനെ പോലെ ഈ രാജ്യത്തിനെ ഒറ്റുകൊടുത്ത, ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതി കൊടുത്ത BJPയുടെ ഇന്നത്തെ പ്രതിനിധി പറയുന്നത് ഇവർക്ക് പറയാൻ എന്ത് യോഗ്യതയാണുള്ളത്? ഈ രാജ്യത്തിനെ ഒറ്റുകൊടുത്തവരല്ലേ. നമുക്കറിയാമല്ലോ, ഇവിടെ കേരളത്തിനകത്ത് ഏറ്റവും അവസാനമായി ക്യാപ്റ്റൻ ലക്ഷ്മി ഇവിടെ പങ്കെടുത്ത് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. എന്താ? ഇവിടുത്തെ ഏറ്റവും വലിയ രാജ്യദ്രോഹിയാണ് VD സവർക്കർ. VD സവർക്കറെ വിശ്വസിക്കാൻ കൊള്ളില്ല. ഈ രാജ്യത്തെ ദേശസ്നേഹികളെ ഒറ്റ കൊടുത്തവനാണ് ഈ VD സവർക്കർ എന്ന് പറഞ്ഞാണ്. അങ്ങനെയുള്ള ആളുകളുടെ പിന്മുറക്കാരനാണ് ശ്രീ പ്രിൻറ്റു ഉൾപ്പെടെയുള്ള ആളുകൾ. അത് ഓർക്കണം. ഇവരുടെ ലക്ഷ്യം എന്താണ്? ഈ രാജ്യത്തെ ഹിന്ദി, ഹിന്ദുസ്ഥാൻ എന്നുള്ള നിലയിലേക്ക് കൊണ്ടെത്തിക്കുക. അതിനുവേണ്ടിയുള്ള പരിശ്രമമാണ് ഇവർ നടത്തുന്നത്. അതിനുവേണ്ടിയുള്ള ഇടപെടലുകളാണ് ഇവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ രാമക്ഷേത്രത്തെ ഇന്ന് ഇവർ മുന്നിലേക്ക് വെക്കുന്നത്. അതുകൊണ്ട് CPMകാരെയും സീതാറാം യെച്ചൂരിയെയും ചരിത്രം പഠിപ്പിക്കാൻ നിങ്ങൾ വരണ്ട. അങ്ങനെ ചരിത്രം പഠിപ്പിക്കാനും ദേശീയത പറയാനും നിങ്ങൾക്ക് ഒരു യോഗ്യതയില്ല ഈ രാജ്യത്തിനകത്ത്. മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്ന RSSൻ്റെ നാഥുറാം വിനായക് ഗോഡ്സെ പോലുള്ള ഇവരുടെ പിന്മുറക്കാരല്ലേ നിങ്ങൾ? പിന്നെ നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണ് ഇതിനകത്ത് പറയാനായിട്ടുള്ളത്? നമുക്കറിയാമല്ലോ, ഈ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം നിങ്ങൾ എങ്ങനെയാണ് നടത്തിയത്? പാർലമെൻറ്റ് മന്ദിരം ഉദ്ഘാടനം നടത്തുമ്പോൾ നിങ്ങൾ ദളിതരായിട്ടുള്ളവരെ അവിടെ അംഗീകരിച്ചിട്ടുണ്ടോ? ഒരാളെ നിങ്ങൾക്ക് അതിനകത്ത് പങ്കെടുപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടോ? ദളിതരായ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? നിങ്ങൾ മതന്യൂനപക്ഷങ്ങളെ അംഗീകരിക്കുന്നുണ്ടോ? നിങ്ങൾ ഈ രാജ്യത്തിനകത്ത് ഭരണ സംവിധാനത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം ന്യൂനപക്ഷങ്ങളെയും ദളിതരായിട്ടുള്ളവരെയും ആക്രമിക്കുകയും അവരെ ഒറ്റപ്പെടുത്തുകയും അതിൽ നിന്ന് വോട്ട് നേടുന്നതിനുള്ള പരിശ്രമമല്ല നിങ്ങൾ നടത്തിയിട്ടുള്ളത് ഈ കാലയളവ് വരെയും. നമുക്കറിയാം, അംബേദ്കർ പറഞ്ഞിട്ടുള്ള വളരെ പ്രസക്തമായ വാക്കുകളാണ് എനിക്കിപ്പോൾ യഥാർത്ഥത്തിൽ ഓർമ്മ വരുന്നത്. അംബേദ്കർ പറഞ്ഞത് ഇങ്ങനെയാണ്: അവർക്ക് രാമായണം ആവശ്യമായി വന്നു, അവർ വാത്മീകിയെ വിളിച്ചു. അവർക്ക് മഹാഭാരതം ആവശ്യമായി വന്നു, അവർ വ്യാസനെ വിളിച്ചു. അവർക്ക് ഭരണഘടന ആവശ്യമായിരുന്നു, അവർ എന്നെ വിളിച്ചു. നിങ്ങൾ ഈ പറയുന്ന നിങ്ങളുടെ ഏറ്റവും പുണ്യമായിട്ടുള്ള രാമായണവും മഹാഭാരതവും ഒക്കെ എഴുതിയത് ഈ പറഞ്ഞ ദളിതരായിരുന്നു. അതുകൂടി നിങ്ങൾ ഓർക്കണം. അങ്ങനെ ദളിത് വരെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല. നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ദളിതരെ അംഗീകരിക്കുന്നില്ല, ന്യൂനപക്ഷങ്ങളെ അംഗീകരിക്കുന്നില്ല. നിങ്ങൾ ഇവിടെ ഈ പറഞ്ഞ ഉയർന്ന നിലയിലുള്ള ജാതി വ്യവസ്ഥയ്ക്ക് അംഗീകാരം കൊടുക്കുന്നുള്ള നിങ്ങളുടെ ഭരണഘടന ആയി കാണുന്ന, നിങ്ങളുടെ പ്രധാനപ്പെട്ട ഭരണഘടനയായി കാണുന്ന, നമുക്കറിയാം, അതുമായി ബന്ധപ്പെട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. അല്ലാതെ നിങ്ങൾ ഈ പറയുന്നത് പോലെ ഈ രാജ്യത്തിനകത്ത് ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും ഈ നിലയിലേക്ക് ഈ രാജ്യത്തിൻ്റെ മതവർഗീയത കൊണ്ടുവരാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ രാമക്ഷേത്ര നിർമ്മാണം. അതുകൊണ്ട് ഞങ്ങളെയൊന്നും നിങ്ങൾ ചരിത്രം പഠിപ്പിക്കാൻ വേണ്ടി വരണ്ട. ഈ രാജ്യത്തോട് മുന്നോട്ട് വെച്ച 2014 അധികാരത്തിൽ വന്നപ്പോൾ നിങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള എത്ര കാര്യങ്ങളാണ് നടത്താൻ വേണ്ടി നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുള്ളത്? ഈ രാജ്യത്തിൻ്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ നിങ്ങൾ വിൽക്കുകയല്ലേ? ഈ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, 2 കോടി തൊഴിലല്ലേ പ്രതിവർഷം നിങ്ങൾ യുവജനങ്ങൾക്കായി നൽകുമെന്ന് പറഞ്ഞത്? അങ്ങനെ പറഞ്ഞ തൊഴിൽ നിങ്ങൾക്ക് നൽകുവാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇവിടെ എന്താ നിങ്ങൾ ചെയ്തിട്ടുള്ളത്? ഈ രാജ്യത്തിനകത്ത് കേരളത്തെ പോലും പല ഘട്ടങ്ങളിലായി സാമ്പത്തികമായ പിന്മുറുക്കമുണ്ടാക്കുകയല്ലേ നിങ്ങളിവിടെ? അതുകൊണ്ട് അതിനെ സംബന്ധിച്ചൊന്നും പറയാൻ വേണ്ടി നിൽക്കണ്ട. ഈ രാജ്യത്തെ സാധാരണപ്പെട്ടവർക്ക് വേണ്ടിയുള്ള യാതൊരു വിധത്തിലുള്ള ഇടപെടലും ഇതുവരെ നിങ്ങൾക്ക് നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല, അത് നടത്തിയിട്ടുമില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഇവിടെ രാമക്ഷേത്രം അല്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് വെക്കാൻ കഴിയുന്ന എന്താണ് ഈ രാജ്യത്തിനകത്തുള്ളത് എടുത്തു പറയാനായിട്ട്? നിങ്ങൾ ചെയ്തതായി നിങ്ങൾക്ക് പറയാൻ വേണ്ടി കഴിയുന്നത് ഒന്നുമില്ല എന്നുള്ളതാണ് എനിക്കിതിൻ്റെ ഭാഗമായി സൂചിപ്പിക്കാനായിട്ടുള്ളത്. നിങ്ങൾ രാഷ്ട്രീയം പറയാൻ തയ്യാറാകണം, നിങ്ങൾ വികസനത്തെക്കുറിച്ച് പറയാൻ തയ്യാറാണ്. അല്ലാതെ മതത്തിൻ്റെ പേര് പറഞ്ഞ്, ജാതിയുടെ പേര് പറഞ്ഞ് വോട്ട് പിടിക്കാൻ വേണ്ടി നിൽക്കുന്ന ഇത്തരം രാഷ്ട്രീയത്തെ ഈ കേരളം അവഗണിച്ചു തള്ളിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഏറ്റവും ഒടുവിൽ അവസാനമായി നിങ്ങൾക്കുണ്ടായിരുന്ന നിയമത്തെ പോലും നിങ്ങൾക്ക് അവസാനം കൈവിട്ടു പോകുന്ന അവസ്ഥയുണ്ടായത്. ഈ കേരളത്തിനകത്ത് വിദ്യാഭ്യാസ സമൂഹമാണ് കേരളത്തിനകത്തുള്ളത്. അതുകൊണ്ടാണ് നിങ്ങൾക്കിവിടെ യാതൊരു വിധത്തിലും കാലുറപ്പിക്കാൻ വേണ്ടി കഴിയാത്തത്. അത് ഈ കേരളം നിങ്ങളെ പഠിപ്പിച്ചില്ലോ. അതാണ് ഇടതുപക്ഷത്തിൻ്റെ ബദൽ. ആ ബദൽ മുന്നോട്ട് വയ്ക്കാൻ ഈ രാജ്യത്തിനകത്ത് ഇന്ത്യ മുന്നണി മുന്നോട്ട് വെച്ച് ഈ രാജ്യത്തിനകത്ത് പൂർണ്ണമായും BJPയെ ഈ രാജ്യത്ത് നിന്ന് ഭരണ അധികാരത്തിൽ നിന്ന് പുറന്തള്ളിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാവിധ പരിശ്രമവും ഇതിൻ്റെ ഭാഗമായി കേരളത്തിനകത്തും ഇന്ത്യക്കകത്തും ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ശരി, ശ്രീ വേണു, ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം, ഞാൻ ആദ്യം അങ്ങോട്ട് ചോദിച്ച ചോദ്യത്തിൻ്റെ 2ാം ഭാഗം അതാണ്. എന്തുകൊണ്ട് BJP ഈ ഒരു വിഷയം തിരഞ്ഞെടുക്കുന്നു എന്ന് ചോദിച്ചാൽ, നിങ്ങൾ തന്നെ മുന്നോട്ട് വെച്ച രാജ്യത്തെ നിരവധി ജനകീയ പ്രശ്നങ്ങളുണ്ടാകും. തൊഴിലില്ലായ്മ, വിലക്കയറ്റം തുടങ്ങി ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ. ആ ജീവിത പ്രശ്നങ്ങൾ നിങ്ങൾ പ്രചാരണ വിഷയമാക്കുമ്പോൾ
കോൺഗ്രസോ ഇന്ത്യ മുന്നണിയോ പ്രചാരണ വിഷയമാകുമ്പോൾ അതിനെ ഫ്ലഡ് ചെയ്യാൻ കഴിയുന്ന, അതിനെ ഇല്ലാതാക്കാൻ കഴിയുന്ന വളരെ വൈകാരികമായ ഒരു വിഷയം. അതുകൊണ്ടാണ് അതിനെ വജ്രായുധം എന്ന് പ്രയോഗിക്കുന്നത്. കാരണം മറ്റെന്ത് വിഷയങ്ങളും ആളുകൾ മറന്നുകൊണ്ട് ആളുകൾ ഉന്മാദികളായി മാറുന്ന ഒരു വിഷയമായി അതിനെ മാറ്റാൻ BJPക്ക് അവരുടെ പ്രചാരണ സംവിധാനങ്ങൾ വഴി കഴിയും. നിങ്ങൾ എന്ത് ചെയ്യും? അജിംസെ, അങ്ങനെ കൽപ്പാന്ത കാലത്തോളം BJPക്ക് ഈ രാമക്ഷേത്രം പറഞ്ഞുകൊണ്ട് ഇന്ത്യയിൽ വോട്ട് ചോദിക്കാനായിട്ട് കഴിയുമോ? ഇവിടെ എന്റെ ബഹുമാന്യായ യുവസ്നേഹിതൻ ലിജു ചോദിച്ച വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. അതായത് 10 കൊല്ലക്കാലം നിങ്ങൾ ഈ രാജ്യം ഭരിച്ചവരാണ്. നിങ്ങൾ നിങ്ങളുടെ 10 കൊല്ലത്തെ ഭരണ നേട്ടം പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളോട് വോട്ട് ചോദിക്കുക. അതല്ലാതെ ഞങ്ങൾ രാമക്ഷേത്രം രാമക്ഷേത്രം പണിതുകൊണ്ട് ഈ നാട്ടിലെ ഒരു പാവപ്പെട്ടവന്റെയും പട്ടിണി മാറിയിട്ടില്ല. കുറെ കാലം ആളുകളെ ഇങ്ങനെ വൈകാരികമായിട്ടൊക്കെ നിർത്താം എന്നുള്ളതല്ലാതെ ഞങ്ങൾ വിശ്വസിക്കുന്നു, ഇന്ത്യ മുന്നണിയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇവർ ഈ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇതൊരു വൈകാരികമായിട്ട് പൊട്ടിത്തെറിക്കുന്ന ഒരു ഇഷ്യൂ ഒന്നുമല്ല. ഒന്ന്, ഇന്ത്യയിലെ ചെറുപ്പക്കാർ അവർ ഈ രീതിയിൽ ഒന്നും ചിന്തിക്കുന്ന വിഷയമല്ല. ഇവിടെ BJPയുടെ പ്രതിനിധി എന്റെ സ്നേഹിതൻ ശ്രീ പ്രിന്റു ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അദ്ദേഹം തന്നെ പറയുന്നത് BJP അല്ല ക്ഷേത്രം പണിയുന്നത്. എല്ലാവർക്കും അറിയാം, ക്ഷേത്രം പറയുന്നത് രാമക്ഷേത്ര ട്രസ്റ്റാണ്. ഞാൻ ചോദിക്കുന്നു, രാമക്ഷേത്ര ട്രസ്റ്റ് പണിയുന്ന ക്ഷേത്രത്തിൽ എന്തിനാണ് BJP അതിനെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ആയുധമായിട്ട് മാറ്റുന്നത്? ഇവിടെ പ്രിന്റു, നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്, നമ്മളൊക്കെ രാഷ്ട്രീയമായി വ്യത്യസ്തമായ ചേരിയിലും അഭിപ്രായങ്ങളിലും ഒക്കെ നിൽക്കുമ്പോൾ ഒരു നാടിനെ ഇനിയും മതത്തിന്റെ പേരിൽ വേർതിരിച്ച് ഒരുപാട് നമ്മൾ മതത്തിന്റെ പേരിൽ അനുഭവിച്ച ഒരു രാഷ്ട്രമാണ്. അതിൽ നിന്നൊക്കെ മുക്തമായി, അതിൽ നിന്നൊക്കെ മാറി മനുഷ്യൻ സന്തോഷത്തോടു കൂടിയും സൗഹാർദ്ദത്തോടു കൂടിയും ജീവിക്കുന്ന ഒരു നാട്ടിൽ നിങ്ങൾ ഇങ്ങനെ നിരന്തരമായി എന്നും ഈ രാമക്ഷേത്രം തീർന്നു കഴിയുമ്പോൾ നിങ്ങൾ ഗ്യാൻവാപ്പിയിലേക്ക് പോവുകയാണ്. അവിടെ ശിവലിംഗം ഉണ്ടായിരുന്നു, അത് തീർന്നു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ അടുത്തടുത്തേക്ക് പോകുന്നു. ഞങ്ങൾ വിനീതമായിട്ട് പറയുന്നു, നിങ്ങളൊക്കെ നിങ്ങളുടെ നേതൃത്വത്തോട് പറയണം, ഇന്ത്യയിലെ പൊതുസമൂഹം ആഗ്രഹിക്കുന്ന അതൊന്നും അല്ല. ഒരു കാലഘട്ടത്തിൽ ചിലപ്പോൾ ശരി, ആ ഒരു മുദ്രാവാക്യം ഉയർന്നു, ആ മുദ്രാവാക്യത്തിന്റെ പേരിൽ നിങ്ങൾ അധികാരത്തിൽ വന്നു, നിങ്ങൾ $5 ട്രില്യൺ ഇന്ത്യയെ കൊണ്ടുപോകുന്നു, ലോക ഗുരുവായിട്ട് നിങ്ങൾ മാറുന്നു, നിങ്ങൾ ഇന്ത്യയിൽ കണ്ണല്ലാത്തതെല്ലാം പൊന്നാക്കി മാറ്റുന്നു എന്ന് പറഞ്ഞിട്ട് അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മനുഷ്യൻ ചൊവ്വയിലേക്ക് എത്താൻ പോകുന്നു, ചന്ദ്രനിലൊക്കെ കഴിഞ്ഞു, ചൊവ്വയിലേക്ക് എത്താൻ പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഇനി നിങ്ങൾ രാമക്ഷേത്രത്തിന്റെ ഒക്കെ പേരിലാണോ ഈ നാട്ടിൽ വോട്ട് ചോദിക്കേണ്ടത്? ആ വോട്ട് ചോദിക്കൽ തന്നെ അത് നിങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അധപ്പതനം എന്താണ്? ഞങ്ങൾ വിശ്വസിക്കുന്നു, അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 10 കൊല്ലത്തെ നിങ്ങളുടെ ഭരണനേട്ടം, ആ ഭരണനേട്ടം നിങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ നോട്ട് നിരോധനത്തിന്റെ പ്രതിസന്ധി നിങ്ങളോട് പറയും. നിങ്ങൾ ഇവിടെ അഗ്നിപഥ് എന്ന് പറയുന്ന ഈ സൈന്യത്തിലെ പുതിയ റിക്രൂട്ട്മെന്റ്, അതിലൂടെ ഉണ്ടായിരിക്കുന്ന തൊഴിൽ നഷ്ടം, ഇവിടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന തൊഴിൽ നഷ്ടം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ഈ നാട്ടിലെ ജനങ്ങളോട് പറയാനുണ്ട്. അപ്പോ അതൊക്കെ അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും എന്നുള്ളത് കൊണ്ട് ഒന്ന് രാജ്യത്തെ വൈകാരികമായിട്ട് ഇനിയും വേർതിരിക്കുന്നതിന് വേണ്ടി, വിഭജിക്കുന്നതിന് വേണ്ടി നിങ്ങൾ അയോധ്യയിലെ ക്ഷേത്രം മഹാദേവനോട് അവരുടെ നേതാക്കളോട് പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞ് വളരെ വൈകാരികമായി സംസാരിച്ച് ഞാൻ സാബൂതം കേട്ടിരിക്കുകയായിരുന്നു. സേനാപതി വേണുവിന് നേതാക്കളുടെ മുമ്പിൽ ഹിന്ദിയിൽ പ്രസംഗിച്ച് അവരെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്ത ഒരു ചരിത്രമുണ്ട്. വേണു സേനാപതി സോണിയാഗാന്ധിയുടെ മുമ്പിൽ ഹിന്ദിയിൽ പ്രസംഗിച്ച് അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി ചരിത്രമുണ്ട്. ഒരു ചില കാര്യങ്ങൾ അങ്ങയുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുകയാണ്. ഒരു നിമിഷം വേണു, ഒരൊറ്റ നിമിഷം വേണു. 1982 BJP ഉണ്ടാക്കുന്നതിന് മുമ്പ് അവർക്കൊരു പൂർവ്വരൂപം ഉണ്ടായിരുന്നല്ലോ, ജനസംഘം. 2 സീറ്റ് 82 അതിനു മുമ്പ് അവർക്ക് 50-54 സീറ്റ് വരെ ലഭിച്ച ചരിത്രമുണ്ട്. അവർക്ക് 2 സീറ്റിൽ നിന്ന് 82 സീറ്റായി മാറി എന്ന് നിങ്ങൾ കണക്ക് പറയുമ്പോൾ ജനസംഘത്തിന് 50-ലധികം സീറ്റുകൾ ലഭിച്ചൊരു ചരിത്രം ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്തുണ്ട്. അത് നിങ്ങൾ കോൺഗ്രസ് നേതാക്കളെ പറഞ്ഞ് മനസ്സിലാക്കണം. മറ്റൊന്ന്, എങ്ങനെയാണ് 2 നിന്ന് 82 പിന്നീട് 136 എത്തിയത് എന്നതുകൂടി നിങ്ങളുടെ നേതൃത്വം മനസ്സിലാക്കണം. 82 BJP വരുമ്പോൾ 86 87 രാമായണം സീരിയൽ ദൂരദർശനിൽ ഓടിച്ചതാരാണ്? അത് കോൺഗ്രസ് സർക്കാരാണ്. 92 ബാബരി മസ്ജിദ് പൊളിക്കുന്നതിന് തൊട്ട് മുമ്പ് അവിടെ ഈ കർസേവയ്ക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും എത്തിച്ചു കൊടുത്താരാണ്? കോൺഗ്രസ് സർക്കാരാണ്. അവിടെ ആയുധങ്ങളുമായി പോലീസ് നോക്കി നിന്നപ്പോൾ കേന്ദ്രം ഭരിച്ചത് നരസിംഹറാവു എന്ന നിങ്ങളുടെ പ്രധാനമന്ത്രിയാണ്. ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ നേതാക്കൾ മറന്നുപോകാതെ നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കണം. അല്ല, അവിടെയും അജിംസെ ഒരു കാര്യമുണ്ട്. ഒന്ന്, ഒരു ഫെഡറൽ സംവിധാനത്തിലുള്ള ഒരു രാഷ്ട്രത്തിൽ ഒരു സംസ്ഥാന ഗവൺമെന്റ്, ആ സംസ്ഥാന ഗവൺമെന്റ് സുപ്രീം കോടതിക്ക് കൊടുക്കുന്ന ഉറപ്പെന്താ? ഞങ്ങൾ ബാബറി മസ്ജിദിനെ സംരക്ഷിക്കും എന്നുള്ളതാണ്. സുപ്രീം കോടതിക്ക് കല്യാൺ സിംഗ് കൊടുത്ത ഉറപ്പ് അവരുടെ ഗവൺമെന്റ്, അവരുടെ ചീഫ് സെക്രട്ടറിയും കൊടുത്ത ഉറപ്പല്ലേ? ആ ഉറപ്പിനെ അവർ ലംഘിക്കുന്നു, ഭരണഘടനയെ അവർ ലംഘിക്കുന്നു. അതാണ് അവിടെ ഉണ്ടായത്. യഥാർത്ഥത്തിൽ അവര് ഈ കാര്യത്തെക്കുറിച്ച് സുപ്രീം കോടതിയിൽ വാദപ്രതിവാദങ്ങൾ ഉണ്ടാവുകയും ബാബറി മസ്ജിദിന് സംരക്ഷണം കൊടുക്കുകയും വേണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഭരണഘടനയെ തൊട്ട് അധികാരത്തിൽ വന്ന കല്യാൺ സിംഗിന്റെ ഗവൺമെന്റ് അവരുടെ ചീഫ് സെക്രട്ടറി വഴി കൊടുത്ത സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത് ആ മസ്ജിദിന് ഒരു തകരാറും ഉണ്ടാവില്ല എന്ന് ഉറപ്പ് കൊടുത്തതിന് ശേഷമാണ്
ആ ഉറപ്പാണ് അവിടെ ഉണ്ടായിരുന്നത്. അതിനെ ഒരു സംസ്ഥാന ഭരണകൂടം അതിനനുകൂലമായി നിന്നുകൊണ്ട് അവരതിനെ ലംഘിച്ചു. ആ ലംഘനമാണ് ഈ ബാബറി മസ്ജിദിന്റെ തകർച്ചയ്ക്കും ഇവരുടെ ഈ കർഷകർ അവിടെ വന്ന് ഇത് തകർക്കുന്നതിനുള്ള കാര്യങ്ങൾ ഉണ്ടായത്. ഞാൻ പറഞ്ഞു വന്നത് 92-ൽ സംഭവിച്ചത് 2023 കഴിഞ്ഞ് 24-ലേക്ക് പോകുമ്പോഴും ഇപ്പോഴും സംഘപരിവാറും BJP-യുടെ ആളുകളും ഈ വിഷയം ഇങ്ങനെ വർഗീയത ഈ മുറിവിനകത്ത് വീണ്ടും വീണ്ടും ഈ മുളകിട്ട് കൊടുക്കുന്ന അല്ലെങ്കിൽ ഉപ്പൊഴിച്ചു കൊടുക്കുന്ന ഈ നടപടി ഒന്ന് അവസാനിപ്പിച്ചിട്ട് നിങ്ങൾ ഈ രാജ്യത്ത് നടപ്പിലാക്കിയിരിക്കുന്ന വികസന പ്രവർത്തനത്തെ കുറിച്ച് ചർച്ച ചെയ്ത് ആ വികസനത്തിൽ നിങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങളോട് ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ പുതുതായി നാട്ടിൽ കൊണ്ടുവന്നിരിക്കുന്നു. കോൺഗ്രസിൽ നിന്ന് വ്യത്യസ്തമായി ഞങ്ങൾ പെട്രോളിന്റെ വില കുറച്ചു, ഡീസലിന്റെ വില കുറച്ചു, പുതിയ തൊഴിലവസരങ്ങൾ ഞങ്ങൾ കൊണ്ടുവന്നു, കർഷകർക്ക് ഞങ്ങൾ അവരുടെ വരുമാനം നിലവിലെ അവരുടെ ഉൽപാദന ചെലവിന്റെ 1.5 ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കും എന്ന് ഞങ്ങൾ പറഞ്ഞു. ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കി എന്നുള്ളതല്ലാതെ ഞങ്ങൾ അയോധ്യയിൽ അമ്പലം പണിതു 135 കോടി ജനങ്ങൾ അയോധ്യയിലെ അമ്പലമുണ്ട്, അങ്ങനെ അമ്പലത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണോ? അല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് വിഷയമല്ല. ആ തെരഞ്ഞെടുപ്പ് വിഷയത്തെ ഉയർത്തിക്കൊണ്ട് വൈകാരികമായി ചിലപ്പോൾ നിങ്ങൾക്ക് ആളുകളെ ഒക്കെ ഇളക്കാൻ കഴിയും. അതൊരു തെരഞ്ഞെടുപ്പ് വിഷയമാക്കരുത് എന്നാണ് നിങ്ങളുടെ അഭിപ്രായമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന് ഏതാണ്ട് 10-60 ദിവസം മുമ്പ് മാത്രം ഉദ്ഘാടനം ചെയ്യുന്ന ആ പരിപാടിയിൽ ഒരു കോൺഗ്രസ് നേതാക്കളും പങ്കെടുക്കരുത് എന്ന് നിങ്ങൾക്ക് പറയാനുള്ള ധൈര്യമുണ്ടോ? പ്രിന്റു അതാണ് വെല്ലുവിളിക്കുന്നത്. അല്ല, അതിനകത്ത് അജിംസെ അതിനകത്ത് ഒന്ന് ഒരു ക്ഷേത്രം, അതിന്റെ പ്രതിഷ്ഠ. ഞങ്ങൾ പറയുന്നത് ക്ഷേത്രത്തെ രാഷ്ട്രീയമായിട്ട് കൂട്ടിക്കലർത്തരുത്. അത് വിശ്വാസികളുടെയും വിശ്വാസത്തിന്റെയും ഭാഗമായിട്ട് ഇന്ത്യ മഹാരാജ്യം നമുക്കറിയാം ഭരണഘടനയിൽ വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവർക്കും എല്ലാം സ്വാതന്ത്ര്യവും അവകാശങ്ങളും കൊടുത്തിട്ടുള്ളതാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കുന്ന മഹാത്മാഗാന്ധിയും നാസ്തികനായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇവരെല്ലാം ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ പോലെ. ഒരു ക്ഷേത്രം രാമജന്മ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ അത് പണി പൂർത്തീകരിക്കുന്നു. അതിൽ ഇഷ്ടമുള്ളവർക്ക് പോകാം, ഇഷ്ടമില്ലാത്തവർക്ക് പോകാതിരിക്കാം. പക്ഷേ അതിനെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്നു. അതാണ് കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും ഞങ്ങൾക്ക് അതിലുള്ള അഭിപ്രായ വ്യത്യാസം. അതിനെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്നത് അത് ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിന് ഗുണമല്ല. ഞാൻ പ്രിന്റുവിനോട് വിനീതമായിട്ട് ചോദിക്കുന്നു, ശ്രീ ലിജു ചോദിച്ചതിന്റെ ഒരു ചോദ്യം ലിജു ചോദിച്ചത് പൂർണ്ണമായില്ല. പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിന് നിങ്ങൾ സന്യാസിമാരെ കൊണ്ടുവന്നു. ഞങ്ങൾക്ക് ഒരു തർക്കമില്ല, നിങ്ങൾ സന്യാസിമാരെ കൊണ്ടുപോകാം. ഞങ്ങൾ ചോദിക്കുന്നത് ഡൽഹി ഇമാമിന്റെ നേതൃത്വത്തിൽ നിരവധി മസ്ജിദുകളുണ്ട്. ഒരു മസ്ജിദിലെ ഒരു പുരോഹിതനെ ഇതിന്റെ അകത്തൊരു ഭാഗഭാക്കാകാം. ഡൽഹി ബിഷപ്പ് കുട്ടോ അദ്ദേഹത്തിന്റെ കീഴിൽ ഒരുപാട് ക്രൈസ്തവ പുരോഹിതരുണ്ട്. അവരിൽ ഒരാളെ ഈ ചടങ്ങിലൊന്ന് പങ്കെടുപ്പിക്കട്ടെ. ഡൽഹിയിൽ നിന്ന് ഒരുപാട് ദൂരെയല്ലല്ലോ പഞ്ചാബ്. ഒരുപാട് സർദാർജിമാര് അവരുടെ ഗുരുദ്വാരയിലുണ്ട്. ഒരാളെ ഒന്ന് പങ്കെടുപ്പിക്കാൻ മേലെ, ഒരു ജൈന സന്യാസിയെ ഒന്ന് പങ്കെടുപ്പിക്കാൻ മേലെ, ഒരു ബുദ്ധ സന്യാസിയെ ഒന്ന് പങ്കെടുപ്പിക്കാൻ മേലെ, അതല്ല ഒരു പാർസിയുടെ അവരുടെ ഒരു പുരോഹിതനെ പങ്കെടുപ്പിച്ച്. കാരണം ഈ രാജ്യത്ത് അവരെല്ലാം പൗരന്മാരാ, അവരുടെ എല്ലാം നികുതി പണം കൊണ്ടാണല്ലോ ഒരു കാര്യം ശ്രദ്ധിക്കണം. പാർലമെന്റ് ഉദ്ഘാടനത്തിന് ഈ പുരോഹിതരെയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അവിടെ പ്രസിഡന്റ് ഉണ്ടായിരുന്നില്ല എന്നേ ഉള്ളൂ. അല്ല, പുരോഹിതരും പ്രസിഡന്റ് ഇല്ലായിരുന്നു എന്നുള്ളത് നമ്മൾ ഒരുപാട് വട്ടം ചർച്ച ചെയ്ത് ഞാൻ പറഞ്ഞു വന്നത്, ഒരു മതേതര രാഷ്ട്രമായ ഇന്ത്യയിൽ ഇവരെ എല്ലാം ഒഴിവാക്കി നിർത്തിക്കൊണ്ട് ഒരു സന്യാസിമാരുടെ മാത്രമായി ഒരു രാഷ്ട്രമാക്കി മാറ്റാനുള്ള ശ്രമം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ BJP-യോട് പറയുന്നു, അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ ഈ രാമജന്മ ക്ഷേത്രം ഇല്ലെങ്കിൽ ക്ഷേത്രം നിർമ്മിച്ചു എന്നുള്ള വാദഗതി കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ നിങ്ങൾക്ക് കഴിയില്ല. അതിനെ ഇന്ത്യയിലെ മതേതര വിശ്വാസികൾ ചെറുത്തു തോൽപ്പിക്കുമെന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്നു 31% അപ്പുറത്തേക്ക് നിങ്ങൾ പോകാത്തതിന്റെ ബാബരി മസ്ജിദ് രാമജന്മഭൂമി തർക്കം തെരഞ്ഞെടുപ്പ് വിഷയമായി ഉയർത്തിയിരുന്നു. ഓക്കെ, ഇപ്പോൾ ആ തർക്കം തീർന്നു. നിങ്ങളുടെ അഭിപ്രായ പ്രകാരം തർക്കം തീർന്നു. അവിടെ രാമജന്മഭൂമി ക്ഷേത്രം സ്ഥാപിതമായി. 82-ൽ 2-ൽ നിന്ന് 82-ലേക്ക് വന്ന അതേ വിഷയം വീണ്ടും പറയുമ്പോൾ തീർന്ന ഒരു തർക്കം എന്താണ്, ഒരു നനഞ്ഞ പടക്കമല്ലേ? അത് വർക്കൗട്ട് ആവുമോ എന്നാണ് ചോദിക്കുന്നത്. അംജി സാർ, ഞാൻ വീണ്ടും പറയുന്നു, ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രകടന പത്രികയിൽ നൽകിയിട്ടുള്ള ഒരു വാഗ്ദാനം എന്ന രീതിയിൽ മാത്രമേ ബാബരി രാമജന്മി പ്രക്ഷോഭത്തെയും രാമജന്മന്റെ പ്രാണപ്രതിഷ്ഠയും കാണുന്നുള്ളൂ. അതിനപ്പുറത്തൊരു തെരഞ്ഞെടുപ്പ് വിഷയമല്ല. വീണ്ടും പറയുന്നു, തെരഞ്ഞെടുപ്പ് വിഷയമല്ല. ഔദ്യോഗികമായി BJP-യുടെ തിരഞ്ഞെടുപ്പ് വിഷയമല്ല. രണ്ടാമത്തെ ഒരു കാര്യം, ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയോട് എനിക്കൊന്ന് പറയാനുണ്ട്. അവർ ദളിത് സ്നേഹം പറഞ്ഞല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഇവന്റെ ഏറ്റവും അതോറിറ്റി ആയിട്ടുള്ള പൊളിറ്റ് ബ്യൂറോയിൽ എത്ര ദളിതന്മാരുണ്ട്? ഇവന്റെ കേന്ദ്ര കമ്മിറ്റിയിൽ എത്ര ദളിതന്മാരുണ്ട്? കേരളത്തിൽ CPM-ന്റെ സെക്രട്ടറി, ജില്ലാ സെക്രട്ടറിമാരിൽ എത്ര ദളിതന്മാരുണ്ട്? ഇവരുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറിൽ എത്ര ദളിതന്മാരുണ്ട്? CPM-ന്റെ MLA-മാരിൽ നോമിനേറ്റഡ് ആയിട്ടുള്ള പട്ടികജാതി പട്ടികവർഗ സംവരണ മണ്ഡലങ്ങളല്ലാതെ എത്ര MLA-മാരും MP-മാരുണ്ട് ഇടതുപക്ഷത്തിന്? ഞാൻ പറഞ്ഞു, ഇന്ത്യയുടെ പ്രധാനമന്ത്രി OBC വിഭാഗത്തിൽപ്പെട്ട ആളാണ്.
ഇന്ത്യയുടെ പ്രസിഡന്റ് ദളിത് വിഭാഗത്തിൽപ്പെട്ട ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളാണ്. ആക്കിയത് BJP ആണ്, ഭാരതീയ ജനതാ പാർട്ടിയാണ്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഇന്ത്യയിലെ 92 MP-മാരുണ്ട്. അതിൽ 62 സംവരണ മണ്ഡലങ്ങളാണ്. ബാക്കിയെല്ലാം 92 MP-മാർ രാജ്യസഭയിലും ലോക്സഭയിലും ഉള്ള പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ്. ബിജെപിക്ക് എത്ര മുസ്ലിം പറയണ്ടേ? ബിജെപിക്ക് എത്ര മുസ്ലിം MP-മാരുണ്ട് എന്ന് ചോദിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ഈ കണക്കൊക്കെ. 92 MP-മാരുണ്ട് അംജിത് സാർ, 92 MP-മാരുണ്ട് രാജ്യസഭയിലും ലോക്സഭയിലും ബിജെപിക്ക് എത്ര മുസ്ലിം MP-മാരുണ്ട് എന്ന് CPM ചോദിച്ചാൽ തീരാവുന്ന ചോദ്യമേ ഉള്ളൂ, തിരിച്ച് അവരോടുള്ള ദളിത് ചോദ്യവും. അല്ല ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ മലപ്പുറത്ത് അബ്ദുള്ള കുട്ടിയെ നിർത്തിയില്ലല്ലോ. അവിടുത്തെ മുസ്ലിം സമൂഹം ഞങ്ങളെ ജയിപ്പിച്ചില്ലല്ലോ. മലപ്പുറത്ത് ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ നിർത്തിയത് അബ്ദുള്ള കുട്ടിയാണ്. മുസ്ലിം സമൂഹം ഞങ്ങളെ സ്വീകരിച്ചില്ല, അത് ഞങ്ങളുടെ തെറ്റല്ല. നിങ്ങൾ കേരളത്തില് തെറ്റാണോ? മുസ്ലിം സമൂഹം എന്നാണ് ഞങ്ങളെ സ്വീകരിക്കുന്നത്. അന്ന് ഞങ്ങൾ മലപ്പുറത്തും ഒരാളെ നിർത്തിയിട്ട് ജയിച്ചില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നിങ്ങൾ ജയസാധ്യതയോട് നിർത്തി ജയിപ്പിക്കണം, അങ്ങനെയാണല്ലോ ചെയ്യേണ്ടത്. കേരളത്തിൽ അങ്ങനെയല്ല സാർ. നമുക്കിപ്പോ ഈ ഇലക്ഷൻ നോക്കുന്ന സമയത്ത് സ്വാഭാവിക വോട്ടിംഗ് പാറ്റേൺ നോക്കുമല്ലോ. വോട്ടിംഗ് പാറ്റേൺ നിൽക്കുകയാണെങ്കിൽ അബ്ദുള്ള കുട്ടിയെ ഞങ്ങൾ മലപ്പുറത്ത് നിർത്തി. അങ്ങനെ മുസ്ലിം സമൂഹം എന്നാണോ ഞങ്ങളുടെ കൂടെ നിന്ന് ജയിപ്പിക്കുന്ന സാഹചര്യം വരുന്നത്, അപ്പോൾ സ്വാഭാവികമായി മുസ്ലിം MP-മാരുണ്ടാവും. അത് പൊളിറ്റിക്സ് അങ്ങനെയല്ലേ. പിന്നെ ഇടതുപക്ഷത്തിന്റെ ആളോട് ഒന്നും കൂടി VD സവർക്കറെ പറഞ്ഞതുകൊണ്ട് ഒന്ന് പറയാം ഞാൻ. ഈ 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഒറ്റുകൊടുത്തതിന്റെ ബാക്കി പത്രമാണ് ഇവന്റെ ദേശാഭിമാനി പത്രം, പീപ്പിൾ ഡെമോക്രസി പത്രം. 1962 ഇന്ത്യ ചൈന യുദ്ധം ഉണ്ടായപ്പോ ചൈനയ്ക്കൊപ്പം നിന്നതിന്റെ പേരിൽ സച്ചിദാനന്ദൻ ഇവനാണോ ദേശീയത പറയുന്നത്? ചരിത്രം പഠിക്കണം. ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയോട് ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ ഗോവിന്ദൻ മാസ്റ്റർ കേട്ടിട്ട് ഈ ചാനൽ ചർച്ചയ്ക്ക് വരുന്നത്, നിങ്ങൾ ചരിത്രം പഠിക്കണം, ചരിത്ര വസ്തുതകൾ പഠിക്കണം. തോന്നുന്നത് കോലയ്ക്ക് പാട്ട് എന്ന് പറയുന്നത് പോലെ പറയരുത്. പിന്നെ ഒരു മറുപടി സാറിനെ പറഞ്ഞല്ലോ, ലോക സാമ്പത്തിക സ്ഥിതിയിൽ ഭാരതം 4ാം സ്ഥാനത്തേക്ക് വന്നെന്ന്. ആര് ഭരിച്ചപ്പോഴാണ് വന്നത്? നരേന്ദ്രമോദി സർക്കാർ ഭരിച്ചപ്പോഴല്ല വന്നത്. നമ്മളെ G20 തലവനായി ഭാരതം മാറിയെന്ന് പറഞ്ഞു. ഈ രാജ്യത്തിൽ അടിസ്ഥാന ജനവിഭാഗത്തിന് വെളിക്ക് പോകാൻ ടോയ്ലറ്റ് ഇല്ലാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഈ രാജ്യത്ത് 92 ലക്ഷം ടോയ്ലറ്റുകൾ നിർമ്മിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടാക്കിയിട്ടുള്ള സ്വച്ഛ് ഭാരത് വിപ്ലവം. ഇനി നേരത്തെ പറഞ്ഞു 7 ലക്ഷത്തിന്റെ ഒരു കണക്ക് പറഞ്ഞല്ലോ, സേനാപതി വേണു സാർ ഒരു കണക്ക് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആ കണക്കൊന്ന് നിങ്ങൾ പരിശോധിക്കണം. ഈ കഴിഞ്ഞ 9 വർഷം കൊണ്ട് ഈ രാജ്യത്തിലെ 54.2 ലക്ഷം ജനങ്ങൾക്കാണ് നരേന്ദ്രമോദി സർക്കാർ ജോലി കൊടുത്തിട്ടുള്ളത്. 54.2 ലക്ഷം ആളുകൾക്കാണ്. എന്തായാലും രാമക്ഷേത്രം ഒരു തെരഞ്ഞെടുപ്പ് വിഷയമല്ല, പകരം ഇത്തരം വികസന വിഷയങ്ങൾ BJP പറയുമോ 2024 തെരഞ്ഞെടുപ്പിൽ എന്നാണ് നമ്മൾ സാഗൂതം ഉറ്റുനോക്കുന്നത്. വളരെ നന്ദി ശ്രീ പ്രിന്റു, ശ്രീ വേണു, ശ്രീ ലിജു, ഇത്രയും സംസാരിച്ചതിന് ഇടവേള.